ഇന്ത്യ ടുഡേ ഈ അടുത്ത കാലത്ത് ഇന്ത്യ ടുഡേ പുറത്തിറക്കിയ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ, 3-4 മുസ്ലിം പെണ്ണുങ്ങളുടെ ചിത്രം കൊടുത്ത് മുസ്ലിം പെണ്ണുങ്ങൾ എല്ലാ വിലക്കുകളും മറികടന്ന് എല്ലാ വിലക്കുകളും ലംഘിച്ചുകൊണ്ട് സമൂഹം മുഴുവനും അറിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ ഒന്ന് ലക്ഷക്കണക്കായ രോഗികൾ ഇത് കാണുന്നുണ്ട്, ഞരമ്പ് രോഗികൾ കേൾക്കുന്നുണ്ട്. ഒന്ന് ഇവൾ മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഞാൻ ഇന്നടുത്ത് ഒരു റേഡിയോയിലേക്ക് ഒരു പെണ്ണ് ഫോൺ ചെയ്താൽ എവിടെയാണ്, എത്ര നമ്പർ വീട്, ഏത് വീട്ടുകാർ, ഏത് പഞ്ചായത്ത്, ഏത് വാർഡ്, എത്ര നമ്പർ വീട്, ഭർത്താവ്, ജോലി, ഭർത്താവ് എവിടെ, ഭാര്യ എവിടെ, കറക്റ്റ്. ഇതൊക്കെ ഞരമ്പ് രോഗികൾ കേൾക്കുന്നുണ്ട്. ലക്ഷക്കണക്കായ ഞരമ്പ് രോഗികൾ ഇത് മാത്രം ഉപാസനയാക്കിയവർ ഈ മലബാറിലുണ്ട്. ഏറ്റവും കൂടുതൽ ശ്രോതാക്കളുള്ള ഒരു പരിപാടിയാണ്. കാരണം തനി സെക്സ് ഭരിച്ചു വിടുക. ചിന്തിക്കണം, അത് പെണ്ണുങ്ങൾ അതിൽ പങ്കെടുക്കുന്നത് തനി ഹറാമാണ്. അത്തരം പരിപാടികളെ ആണുങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും ഹറാമാണ്. കാരണം ആണുങ്ങൾ അതിൽ കൂട്ടിക്കൊടുത്താൽ പിന്നെ പെണ്ണുങ്ങൾ വഴിയും അവരുണ്ടാവും. ഇന്റർവ്യൂകൾക്കൊക്കെ ആ പെണ്ണുങ്ങൾ ചെവി കൊടുക്കുക, അത്തരം കാര്യങ്ങൾക്ക് ഇരുന്ന് കൊടുക്കും. ഒരു ഉദാഹരണം പറയാ, ഈ വിഷയത്തിൽ സൗദി ഔഖാഫിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടി ശ്രദ്ധിക്കുക. മാ ഹുക്മു സമാഇർ റജുലിൽ അജ്നബി സൗതൽ മർഅത്തി ടെലിഫോൺ ഫി ടെലിഫോണി. ടെലിഫോണിൽ ഒരു പെണ്ണ് ഒരു അന്യ ആണിന്റെ ശബ്ദം ടെലിഫോണിൽ കേൾക്കുന്നതിന്റെ വിധി എന്താണ്? സൗദി ഔഖാഫിനോട് ചോദിച്ചു. മറുപടി, സൗതുൽ മർഅത്തി ഔറ, സൗതുൽ മർഅത്തി ഔറത്തുൻ ഇൻദർ റിജാൽ. ഏത് കാര്യത്തിലും സൗദിയിലേക്ക് തിരിയണ ചില ആളുകളുണ്ട്, അവരിതൊന്നും കണ്ടിട്ടില്ല. ഇവിടെ കേരളത്തിലുണ്ട്, അവർക്കിതൊന്നും ബാധകല്ല. അവരാണ് ഈ സമുദായത്തിനെ നശിപ്പിച്ചത്. അവർക്കിതൊന്നും ബാധകല്ല, അവർ ഈ കാര്യത്തിലൊന്നും കണ്ടിട്ടില്ല. സൗദി ഔഖാഫിന്റെ ഫത്വ, പെണ്ണിനെ മുഴുവനും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്ന ചില സംഘടനകൾ കേരളത്തിലുണ്ട്. ഞാൻ പറയണില്ല, ഞാൻ വിശദീകരിക്കണില്ല, കുടുങ്ങിയിട്ട് പറയാം. സൗത്തുൽ മർഅത്തി ഇൻദർ റിജാലിൽ അജാനിബ്, സൗത്തുൽ മർഅത്തി ഔറത്തുൻ ഇൻദർ റിജാലിൽ അജാനിബി, ولذلك لا يجوز أن تتولى الأذان العام الذي يستدعي رفع الصوت. ബാങ്ക് കൊടുക്കുന്ന പൊതുപള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന പരിപാടി പെണ്ണിന് അനുവദിച്ചിട്ടില്ല. ഒച്ച ഉയർത്തിയിട്ട് ബാങ്ക് കൊടുക്കുന്ന പരിപാടി, ഒച്ച ഉയർത്തേണ്ട ബാങ്ക് പോലും അവൾക്ക് ശറഅാക്കിയിട്ടില്ല. അതുപോലെ ഇഹ്റാമിൽ പോലും അവളെ തെൽബിയത്തോണ്ട് ഒച്ച ഉയർത്താൻ പാടില്ല. നല്ല ശറഈന്റെ നിയമം. പിന്നെ എങ്ങനെ ടെലിഫോണിൽ സംസാരിക്കാൻ? എന്റെ അഭിപ്രായമല്ല, സൗദി ഔഖാഫിന്റെ ഫത്വ. ലാകിൻ അജാസ മുഖാതബത്തുൽ ലിർജാലി ബിഖദ്രിൽ ഹാജതി കജവാബി ഹൈസു നിസാഇ സ്വഹാബത. വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ 1-2 വാക്കുകൾക്ക് മറുപടി കൊടുക്കാൻ ചില പണ്ഡിതന്മാർ ജായിസാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ഫഇന്ന മറളത സിനാ വലാകിൻ ദാലിക ബിശർത്തിൽ ബുഅദി അനിർ റീബതി. സംശയം ഉണ്ടാക്കുന്ന സാഹചര്യം വരാൻ പാടില്ല. വബിശർത്തിൽ അംനി മിൻ ഇസാറത്തി ശഹവതി. വികാരം പുറപ്പെടുന്ന രൂപോ ശൈലിയോ ഉണ്ടാകാൻ പാടില്ല. വഅലാദ ഫലിൽ മർഅത്തി അൻ തറുദ്ദ അല ടെലിഫോണി ബിഖദ്രിൽ ഹാജ. ഭർത്താവിനെ അവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ മറുപടി കൊടുക്കാൻ ഒരു വാക്കുകൊണ്ട് മറുപടി കൊടുക്കാൻ ജായിസാവും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ടെലിഫോൺ അറ്റൻഡ് ചെയ്യാൻ പെണ്ണുങ്ങൾ ഓടുന്ന പരിപാടി വീടുകളിൽ അഭിലഷണീയം അല്ല. ശ്രദ്ധിക്ക, ഒരു വീട്ടിലേക്ക് ഫോൺ അടിച്ചാൽ ആദ്യം പോയിട്ട് പെണ്ണ് എടുക്കുക എന്ന പരിപാടിയാണ് ഇന്ന് ഏകദേശമൊക്കെ ഉള്ളത്. ചിലപ്പോൾ കുടുങ്ങിയാൽ പരിസരത്തൊന്നും ആണുങ്ങളില്ലെങ്കിൽ പെണ്ണെടുക്കും, അത് ശരിയാണ്. എന്നാൽ ഈ വിഷയത്തിൽ പരമാവധി കുട്ടികളെ ഉപയോഗപ്പെടുത്തണം, അല്ലെങ്കിൽ ആണുങ്ങൾ ചെയ്യണം. അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ പെണ്ണുങ്ങൾ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്ന ചാൻസ് ഉള്ളൂ. പെണ്ണ് അങ്ങോട്ട് ഫോൺ ചെയ്താലും വേണ്ടില്ല, ഇങ്ങോട്ട് മറുപടി പറഞ്ഞാലും വേണ്ടില്ല. വളരെ ഈ ഫോണിനോ സംസാരിക്കാനോ ബന്ധപ്പെടാനോ അവൾക്ക് അത്രയേറെ അത്യാവശ്യമായിരിക്കണം, അല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. വളരെ കർശനം. ഞാൻ വിശദീകരിക്കുന്നില്ല, പെണ്ണുങ്ങൾ ചിന്തിക്കുക. അപ്പൊ ചുരുക്കത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. ഏത് സാഹചര്യമാണെങ്കിലും പെണ്ണ് അവളെ ശബ്ദം വരെ നോക്കേണ്ടതാണ്. എന്തുകൊണ്ട്? സൗത്തുൽ മർഅത്തി ഔറ. പെണ്ണിന്റെ
സ്വഹീഹായ അഭിപ്രായ പ്രകാരം പെണ്ണിന്റെ ശബ്ദം പോലും ഹറാമാകുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വീട്ടുമര്യാദ പറയാണ്, ശബ്ദം ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾ ആണുങ്ങളെ തൊട്ട് മാറി നിൽക്കുക. അതുപോലെ ശബ്ദം ശ്രദ്ധിക്കുക. ഒറ്റത്തവണ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇനി ശ്രദ്ധിക്ക്. നമ്മൾ ഗൾഫ് കൊണ്ട് മാറ്റിമറിച്ചിട്ടുള്ള മറ്റൊരു നിയമം, ചെവി തുറന്നിരിക്കും എല്ലാവരും. മറ്റൊരു നിയമം, മറ്റൊരു വീട്ടുമര്യാദ നമ്മൾ മാറ്റിമറിച്ചു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തുഅ്തുസ് സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ വർസുഖൂഹും വഖ്സൂഹും വഖൂലൂ ലഹും ഖൗലൻ മഅറൂഫാ. സൂറത്തുൻ നിസാ 5-ാമത്തെ വചനം. ശ്രദ്ധിക്കണേ. ഭയങ്കര വിഷയം. വീട്ടിൽ നിന്ന് നമ്മൾ മാറ്റിമറിച്ച മറ്റൊരു വിഷയം, ഇടപഴക്കം, ശബ്ദം, അതൊക്കെ പുറമെ പുതിയ ഒരു വിഷയം. ഇന്നിപ്പോ അത് സാർവത്രിക. എന്ത്? വലാ തുഅ്തുസ് സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങൾക്ക് നിലനിൽപ്പിന് ആധാരമാക്കി തന്ന ധനം നിങ്ങൾ വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. സൂറത്തുൻ നിസാ 5-ാമത്തെ ആയത്ത്. ശ്രദ്ധിക്കുക. ഒന്നുകൂടി ഞാൻ പറയാം. എനിക്കെതിരിൽ ഞാൻ ഈ പറഞ്ഞ ആയത്തുകളോ ഇതിന് വ്യാഖ്യാനങ്ങളോ ഉണ്ടെങ്കിൽ ഉത്തരവാദി നമ്മളെല്ലാവരും കൂടിയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്തും ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അല്ല, ഓരോരുത്തരും എൻ്റെ മുറ്റേക്ക് നോക്കുമ്പോൾ എവിടെ കൈ കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നുണ്ടാവും. വലാ തുഅ്തുസ് സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങൾക്ക് നിലനിൽപ്പിന് ആധാരമാക്കി തന്ന ധനം മാനുഷ ലോകത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരമാണ്. അത് വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. ആയത്തിന് അർത്ഥം മനസ്സിലായല്ലോ? നിസാഇന്റെ 5. ഇനിയിപ്പോ ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി, ആരാണ് വിഡ്ഢീൻ. ശരി. അനിബ്നു അബ്ബാസിൻ തഫ്സീർ റാസി തഫ്സീറുൽ കബീർ അന്നിസാഉ വസ്സുബിയാനു. എനിക്കെതിരിൽ കേസ് എടുത്തുകൊണ്ട് പ്രശ്നം പരിഹരിക്കോ? തഫ്സീർ ഖുർതുബി, തഫ്സീർ റാസി, തഫ്സീർ തുബരി, തഫ്സീർ ജലാലൈനി എല്ലാവരും പറയുന്നുണ്ട് അസുബാവു വിഡ്ഢികൾ എന്ന് പറഞ്ഞാൽ അന്നിസാവു വസ്സുബിയാനു. അന്നിസാവു ആരെ തഫ്സീറാണ്? അനിബ്നു അബ്ബാസ്. റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, ഇവിടെ വിഡ്ഢി എന്ന് പറഞ്ഞത് ഒന്ന് പെണ്ണിനെയാണ്, ഒന്ന് കുട്ടികളെയാണ്. എന്താ ഇന്നത്തെ അവസ്ഥ? എന്താ ചിന്തിക്കുക. വലാ തുഅ്തുസ് സുഫഹാ അംവാലകുമുല്ലതി. ഈ പുറത്ത് കാണുന്ന രംഗപ്രവേശത്തിനുള്ള അടിസ്ഥാന കാരണം അതാണ്. പെണ്ണ് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഈ പുറത്തിറങ്ങിയത് എന്തുകൊണ്ട്? അവളെ പുറത്തിറക്കിയ മറ്റൊരു മൂലഘടകമുണ്ട്. വലാ തുഅ്തുസ് സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങൾക്ക് നിലനിൽപ്പിന് ആധാരമാക്കി അള്ളാഹു തന്ന ധനം നിങ്ങൾ വിഡ്ഢികളുടെ കയ്യിൽ കൊടുക്കരുത്. ആരാ വിഡ്ഢി? അനിബ്നു അബ്ബാസിൻ വഅനിബ്നു മസ്ഊദിൻ വൽഹസനി വൽഹാക്കി ഹുമുൻ നിസാഉ വസ്ബിയാനു. വിഡ്ഢികൾ എന്നാൽ ഒന്ന് അന്നിസാഉ. നിങ്ങൾക്ക് അർത്ഥം കിട്ടൂലേ? നിങ്ങൾ പറയാം അർത്ഥം. അന്നിസാഉ പെണ്ണുങ്ങൾ. അവനാന്റെ കെട്ടിയോളെ വിഡ്ഢി എന്ന് പറയാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അത് എനിക്കുണ്ട് എന്ന് കൂട്ടിക്കോളൂ, പക്ഷെ പറയല്ല നിർവാഹം. ഇതിന്റെ അർത്ഥം അങ്ങനെയാണ് എന്ന് ലോകത്തെ സ്വഹാബത്ത് മുതൽ ഇക്കാലം വരെയുള്ള എല്ലാ മുഫസ്സിരീങ്ങളും പറയുന്നു. അങ്ങനെയാണ് എന്ന് ഇനി കേട്ടോളൂ. എന്താ സാഹചര്യം? അന്നബി ഉമാമത. ഒരു ആയത്തിനൊരു ഹദീസും കൂടി പറയാ, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. അന്നബി ഉമാമത റളിയല്ലാഹു അൻഹു ഖാല. ശ്രദ്ധിക്കണേ. ഖാല റസൂലുള്ളാഹി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൻ നിസാ അസുഫഹാ. പെണ്ണുങ്ങൾ വിഡ്ഢികളാണെന്ന് മുഹമ്മദ് നബി. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു മർദവൈഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെണ്ണുങ്ങൾ എന്നാൽ വിഡ്ഢികളാകുന്നു. ഇല്ലാ ത്വാഅത ഖയ്യിമഹാ. അവളെ കൈകാര്യത്തിന് കൈകാര്യകാരക്കാരന് കൈകാര്യകർത്താവിന് വഴിപ്പെട്ടാൽ ഒഴിക്കാൻ. അപ്പോൾ അവളെ കൈകാര്യം നേരത്തെ കൈകാര്യകർത്താവിന് ഏൽപ്പിക്കണം. അവൾ സ്വയം കൈകാര്യം ചെയ്യാൻ
അപ്പൊ അവളെ വിഡിത്തം പോകണമെങ്കിൽ അവൾ എന്ത് ചെയ്യണമെന്നറിയോ? കൈകാര്യകർത്താവിന്റെ പിന്നിൽ നിന്നിട്ട് വഴിപ്പെട്ട് നിൽക്കണം. അവൾ സ്വയം കൈകാര്യകർത്താവ്. എന്താ അന്നത്തെ സാഹചര്യം? ഇന്ന് 10,000 അതിന്റെ അർത്ഥം മീൻ വാങ്ങാനുള്ള പൈസ പെണ്ണിന്റെ കൈ കൊടുക്കണ്ടെന്നല്ല, അത് കൊടുക്കാം. മീൻ വാങ്ങാനുള്ള പൈസ മീൻ വരികയാണെങ്കിൽ കുട്ടികളെ വിട്ടിട്ട് ആ മീൻ വാങ്ങുകൊണ്ടു, ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇന്ന് വൈകുന്നേരം പിന്നെ എന്നാലും ആൾ വരാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല മീൻ തന്നെ വാങ്ങുകൊണ്ടു എന്ന് പറയാം. സോപ്പില്ല എന്ന് പറഞ്ഞു. ആ കുട്ടികളാരെയും പറഞ്ഞേക്കണ്ട, എനിക്ക് ഇന്ന് തിരക്കുണ്ട്, ഒരു 10-200 റുപ്യ തൽക്കാലം നാളെ ആ ആശുപത്രി ഞാൻ അങ്ങാടി വരുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു, തൽക്കാലം ഒരു 4 സോപ്പും പൊടി വാങ്ങാനുള്ള പൈസ. അതൊന്നും ധനം എന്ന് പറയില്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുന്നതാണ്. ഇന്നത്തെ അതാണ് സാഹചര്യം. എന്നാൽ 10, 25 അരപ്പെട്ടി ഫുൾപ്പെട്ടി എന്ന് ഞാൻ പറയുന്നില്ല. പേച്ചിട്ട് പിന്നെ ഇനി എന്താന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പേച്ചു ഇത് വീട്ടിന്റെ മൂലാധാരമാണ്. ഇത് നശിപ്പിച്ചു, അപ്പൊ ദീൻ തകർന്നു. അല്ലാതെ ദീൻ നടക്കില്ല. ഖുർആനാണ് വലാ തുഅ്തുസ്സുഫഹാ അംബാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമാ. ട്രാഫിക് പെണ്ണിന്റെ പേരിൽ അയക്ക. ഇവനും ഇവളും ബാങ്ക് മാനേജറും തമ്മിൽ നേരത്തെ അവൾ വിളിച്ചു പറയും, എനിക്കൊന്ന് തിരക്കാണ്, ഞാൻ വരുമ്പോഴത്തിന് ഇത്ര എടുത്തു വെക്കണേ, ട്രാഫിക്കും കൊണ്ടാ പോവന്നെ. അത്രയും നമ്മൾ എന്തേ ഇതൊക്കെ ഇല്ലേ, ഇതില്ലേ, അല്ലെങ്കിൽ വിട്ടു ഇല്ലേ, എന്താ തുറന്നു പറയില്ലേ? വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. നശിച്ചു. ആര് നശിച്ചു? ഒരു ഹിന്ദു വീട്ടിൽ കൈകാര്യക്കാരൻ അവിടുത്തെ രക്ഷിതാവാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിലെ കൈകാര്യക്കാരൻ രക്ഷിതാവാണ്. എന്നാൽ ഇന്ന് മലബാറിലെ 50% മുസ്ലിം വീടുകളുടെ കൈകാര്യക്കാര് പെണ്ണുങ്ങളാണ്. പൈസ ഉണ്ടായേക്കാം, അവള് കൈകാര്യം ചെയ്യാം. ഇവളെ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടിട്ട് ഇവിടെ എത്താത്തൊരു ബാഗ് രാവിലെ തന്നെ തൂക്കുക. ഇവിടെ വിടും, ഇവിടെ വിട്ടില്ല, ഇത്ര ബാഗ് ഇങ്ങോട്ട് തൂക്കുക. എന്നിട്ട് പിന്നെ ഇവിടെ ഇറക്കുക, പിന്നെ ഇറങ്ങി നടക്കന്നെ. പിന്നെ ഇവിടെ ഇറങ്ങന്നെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി സന്ദർശിക്കുന്നത് മുസ്ലിം പെണ്ണുങ്ങളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി ഉണ്ടാക്കിയത്, സർക്കാർ കഴിഞ്ഞാൽ പിന്നെ ആശുപത്രി ഉണ്ടാക്കിയത് ക്രിസ്ത്യാനികളാണ്. ആവശ്യമില്ലാതെ, ആവശ്യത്തിനും ആവശ്യമില്ലാതെയും ആശുപത്രി കയറി തെണ്ടി നടക്കുന്നത് മുസ്ലിം പെണ്ണുങ്ങളാണ്. പറഞ്ഞൊരു കാര്യം, ജലദോഷം, പനി, തെണ്ടി നടക്കന്നെ, വെറുതെ തെണ്ടി നടക്കുക. പുറത്തിറങ്ങണം. ഒന്ന് ഡോക്ടർ വന്നും ഇവിടെ എങ്ങനെ കോയുടെ ചോക്യത്തിനൊക്കെ ഭൗതി സമാധാനമായി. അങ്ങനെയാണ്, ഞാൻ വിശദീകരിക്കണില്ല. ഒരു പെണ്ണ് പുരുഷനായ ഡോക്ടറെ സമീപിക്കണമെങ്കിൽ നിയമങ്ങളുണ്ട്. പുരുഷനായ ഡോക്ടറെ സമീപിക്കണമെങ്കിൽ തത്തുല്യമായ യോഗ്യതയിൽ പെണ്ണായ ഡോക്ടർ കിട്ടാതെയാ വേണ്ടതാവുന്നു, അല്ലെങ്കിൽ ഹറാമാണ്. ഇന്റെ വകയല്ല. ഒറ്റക്ക് ഭർത്താവ് ഒരു പെണ്ണ് ഡോക്ടറെ കാണാൻ പോകാൻ പാടില്ല. ബിദൂനി അയ്യക്കൂന മഹറമുൻ, വിവാഹബന്ധം ഭർത്താവോ അല്ലെങ്കിൽ ആങ്ങളെയോ ബാപ്പയോ ഒന്നുമില്ലാതെ പോകാൻ പാടില്ല. പിന്നെ ശ്രദ്ധിക്ക. അനുസാമത്ത് ബിൻ സൈദിന് ഖാല റസൂലുള്ളാഹി മാ തറക്തു ബഅദി ഫിത്നതൻ അളറ അലൽ റിജാലി മിനൻ നിസാ. സ്വഹീഹുൽ ബുഖാരി. എനിക്ക് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നാശം പെണ്ണുങ്ങളാൽ വരുന്ന നാശമാവുന്നു. സമൂഹത്തിന് എനിക്ക് ശേഷം വരുന്ന ഏറ്റവും വലിയ നാശം പെണ്ണുങ്ങളെ കൊണ്ടാണ്. മാ തറക്തു ബഅദി ഫിത്നതൻ അളറ അലൽ റിജാലി മിനൻ നിസാ. സ്വഹീഹുൽ ബുഖാരി. എനിക്ക് ശേഷം വരുന്ന ഏറ്റവും വലിയ ആപത്ത്, ആണുങ്ങൾക്ക് ആപത്ത് വരുന്നത് പെണ്ണുങ്ങളെ കൊണ്ടാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. ദുനിയാവിനെ പേടിക്കുക, പെണ്ണുങ്ങളെ പേടിക്കുക. സ്വഹീഹുൽ ബുഖാരി. ഇന്ന അവ്വല ഫിത്നത്തിൻ ഫീ ബനി ഇസ്രായീല കാനത് മിനൻ നിസാ. പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇസ്രായേലികളിൽ കുഴപ്പമുണ്ടായത്, നാശമുണ്ടായത്. അത് നിങ്ങളിൽ വരുന്ന നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്റെ കൂടെ നോക്കണേ. അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഖാല റസൂലുള്ളാഹി,
ഹബീബായ നബി പറഞ്ഞു അൽ മർഅതു ഔറ, പെണ്ണെന്നാൽ ഔറത്താകുന്നു. ഇദാ ഖറജത്ത്, അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇസ്തശ്റഫഹ ശൈത്താൻ, ഇസ്തശ്റഫഹ ശൈത്താൻ, അവളെ പിശാച് ഭരിക്കും. ഈ ഹദീസിന്റെ അർത്ഥം നോക്കുക. ഇസ്തശ്റഫഹ അയ്യന്തസിബു, പിശാച് ഇങ്ങോട്ട് എണീറ്റ് നിൽക്കുകയും, ഒരു പെണ്ണ് വീട്ടിൽ നിന്നിറങ്ങിയാൽ പിശാച് എണീറ്റ് നിൽക്കും. ആ പിശാച് തന്റെ ദൃഷ്ടി ഈ പെണ്ണിലേക്ക് ഉയർത്തി നോക്കും. ഇവളെ തന്നെ പിന്നാലെ കൂടും. പിശാചിന് ഇവളെ ഭരിക്കാനുള്ള ഒരു ചാൻസ് ഇവൾ തന്നെ കൊടുത്തു കഴിഞ്ഞു. ഏതാ ചാൻസ്? അതവളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങലാവുന്നു. പെണ്ണ് വീട്ടിന്റെ അകത്തിരിക്കണം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. നിങ്ങൾ കേട്ടോളൂ, ഒരു ഹദീസ് കൂടി പറയാ, എന്നിട്ട് വിശദീകരിക്കാം. സൗദാ ബീവി റളിയല്ലാഹു അൻഹാ, ഉമ്മുൽ മുഅ്മിനീൻ ഉറക്കെ പറയും, സൗദാ ബീവി റളിയല്ലാഹു അൻഹാ, പെണ്ണിന്റെ കയ്യിൽ പൈസ കിട്ടിയപ്പോഴാണ് ഈ രംഗപ്രവേശമൊക്കെ സമൂഹത്തിൽ ഉണ്ടായത്. പൈസ രംഗപ്രവേശം. എന്താ രംഗപ്രവേശം ഉണ്ടായത്? നശിച്ചു. ഈ പെണ്ണുങ്ങളിൽ നിന്നൊരു സാലിഹ്യങ്ങളായ കുട്ടികളുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇനി ഒരു പാറക്കല്ല് നിന്ന് സാലി നബിയുടെ കാലത്തെ ഒട്ടകുണ്ടാവും എന്ന് വിചാരിക്കുന്നത് പോലെയാണോ എന്ന് തോന്നിപ്പോവുക. ബാവു കാത്തു രക്ഷിക്കട്ടെ. അല്ല, ഒട്ടകം മുമ്പൊരിക്കൽ ഒരു പാറക്കല്ലെന്ന് ഒരു കവിയുടെ ആത്മഗണമാണ്. ഞാൻ എന്റെ കാലത്തോട് ചോദിച്ചു, കാലമേ, എന്റെ നിനക്ക് നല്ല കുട്ടികൾ ജനിക്കാത്തത് ഖാലിദിനെ പോലെ, റളിയല്ലാഹു അൻഹു ഉമറിനെ പോലെ, റളിയല്ലാഹു അൻഹു സലാഹുദ്ദീനെ പോലെ ഇല്ലേ? 90 ആളുകളെ കൊണ്ട്, കേവലം 90 ആളുകളെയും കൊണ്ടാണ് ലക്ഷക്കണക്കായ കുരിശു പട്ടാളത്തിലേക്ക് കയറി ചെന്നത് സലാഹുദ്ദീൻ റളിയല്ലാഹു അൻഹു. 90% 90 ലക്ഷമല്ല, 90,000 അല്ല, 90. നബി സാഹിബിന്റെ റിജാലുൽ ഫിക്രി വദ്ദഅവ എടുത്തു നോക്ക്. 90. മാദാ ഖസറൽ ആലം ബി നഹിതാത്തിൽ മുസ്ലിമീൻ. നബി സാഹിബ് പറയുന്നുണ്ട് 90 കേവലം 90%, 90 ആളുകളെ കൊണ്ടാണ് മഹാനായ സലാഹുദ്ദീൻ കയറി ചെന്നത്. എന്തുകൊണ്ട്? ലോകം കണ്ട മഹദികളാണ് അവരെയൊക്കെ പ്രസവിച്ചിരിക്കുന്നത്. കാലത്തോട് ഞാൻ ചോദിച്ചു, കാലമേ, എന്റെ നല്ല നല്ല കുട്ടികൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ട്? എന്റെ കുട്ടികൾ ഉണ്ടാകാത്തത് കുട്ടികളെ പുറത്തുവിട്ട പാത്രം മോശമായി എന്നതാണ് ഒരു കാരണം. ഒന്നും വിചാരിക്കരുത്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ നോക്കി, സൗദാ ബീവിയോട്, ഉമ്മുൽ മുഅ്മിനീൻ സൗദാ ബീവിയോട് ആളുകൾ ചെന്ന് ചോദിച്ചു, എന്താ സൗദാ നിങ്ങൾ ഹജ്ജിന് പോകാത്തത്? അല്ല തഖ്റുജീന ഇലൽ ഹജ്ജി, ഞങ്ങൾ ഹജ്ജിന് പോകാത്തത് സൗദാ ബീവിയോട് ചോദിച്ചു. ഖാലത്ത്, സൗദാ ബീവി പറഞ്ഞു, വല്ലാഹി ലഖദ് ഹജ്ജത്തു, ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുണ്ട്. സുമ്മ അമറനി അല്ലാഹ്, എന്റെ ഭർത്താവിന്റെ കൂടെ ഉംറ ചെയ്തു കഴിഞ്ഞു. ഇനി അല്ലാഹു എന്നോട് കൽപ്പിച്ചത് എന്റെ വീട്ടിൽ അടങ്ങി ഒരുങ്ങിയിരിക്കാനാണ്. പിന്നെ സൗദ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല, പുറത്തു വന്നിട്ടില്ല റളിയല്ലാഹു അൻഹാ. ഹത്താ ഉഖ്രിജത് ജനാസതുഹാ, പിന്നെ സൗദാ ബീവിയെ കൊണ്ടുവന്നത് അവിടുത്തെ ജനാസയായിരുന്നു. ദുർറുൽ മൻസൂറിൽ ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്നുണ്ട് റളിയല്ലാഹു അൻഹാ. പെണ്ണുങ്ങൾ ചിന്തിക്കണം. ഏർവാടി സിയാറത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്ന കിളവിമാർ സിയാറത്തിന് വേണ്ടി ഒക്കെ കണക്ക് തന്നെയാണ്. ഏർവാടി പോവുകയാണ്, വലിയ സൂഫികളാണ്, വലിയ മനുഷ്യന്മാരാണ്. ഇടക്കിടക്ക് അവർക്ക് ഏർവാടി പോയത് സിയാറത്ത് ചെയ്യണം. ആരാളുള്ളത്? ഒരു കളവിയുണ്ട്, വേറൊരു കളവിയുണ്ട്, പോവാൻ അടിച്ചിട്ട് ഇതിനൊക്കെ പുറം പൊളിക്കേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. ഈ ഏർവാടി ബീവിമാരൊക്കെ അടിയുടെ കമ്മിയാണ്. എന്തായി കാട്ടിക്കൂടുന്നൊക്കെ? പെണ്ണുകളെ കണ്ടിക്ക് അതിനോട് പോവന്നെ. എന്നാ ജനങ്ങളെ മുന്നിൽ സൂഫിയാണ് ഇവരെ എതിർത്താൽ അത് സുന്നത്യമായത്തിന് എതിർത്താണ്. നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന തമ്മാടിത്തരല്ല, നിന്റെ കൊണ്ടോട്ടിയിട്ട പൂരല്ല. സുന്നത്യമായത്തെന്ന് പറയുന്നത് കൊണ്ടോട്ടി പൂരാണ്. അങ്ങനെ വേറെ എവിടെ നടന്നാലും പൂരാണ്. അത് ഇനി കോഴിക്കോട് നടന്നാലും പൂരാണ്. അള്ളാഹ് ആണും പെണ്ണും കൂടിക്കലർന്നു പോകുന്നത് പൂരമാണ്.
അത് നേർച്ചയല്ല, അത് പൂരാണ്. അത് കോഴിക്കോട്ടാണെങ്കിലും പൂരാണ്, അത് കൊണ്ടോട്ടിയാണെങ്കിലും പൂരാണ്. അതിന്റെ പേരിൽ അടുത്ത കൊല്ലം ക്ലാസ് നടന്നിട്ടില്ലെങ്കിൽ റഹ്മത്തുള്ളാഹിക്ക് തൃപ്പതിയാണ്. ഒന്നുമില്ല, അത് പൂരാണ്. എന്തുകൊണ്ട്? വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങളെ നാളെ കോഴിക്കോട്ടേരല്ല ഇത് തീരുമാനിക്കേണ്ടത്. പൂരം നിയന്ത്രിക്കേണ്ടത് കടമയാവുന്നു. പൂരം നടത്തരുത്. സ്വാലിഹീങ്ങളെ പേരിൽ പൂരം നടത്തരുത്. സ്വാലിഹീങ്ങൾ മഹാന്മാരാണ്, അവരെ സിയാറത്ത് ചെയ്യാം, ഉറൂസ് നടത്താം, അതൊക്കെ സുന്നത്താണ്, ഖൈറാണ്. പക്ഷെ പൂരാകുന്നത് ശ്രദ്ധിക്കണം. കൊണ്ടോട്ടിക്ക് അങ്ങനെ പോവാ, എന്നെ എറുവാടിക്ക് കയറി പോവാ, കിളവിയല്ലേ? എന്ത് കിളവിയിൽ ആർക്കും വേണ്ടാത്തവും പെറുക്കിക്കൊണ്ടുപോവാൻ ആള് വരും. അങ്ങനെയാ കവി പറഞ്ഞത്. കിളവി എന്നൊരു സാധനം സത്യത്തിൽ ഇല്ല. അങ്ങനെയാ കവി പറഞ്ഞത്. ഒന്നും വിചാരിക്കരുത്, കിളവിയല്ലേ എന്ന് കരുതിയിട്ട് ട്രെയിനിൽ എറുവാടി പോകരുത്. എറുവാടി സിയാറത്ത് ചെയ്യൽ വളരെ ഖൈറുള്ള കാര്യം. മഹാനായ സ്വാലിഹാണ് അവിടെ കിടക്കുന്നത്, മഹാനാണ്. പക്ഷേ മഹറമില്ലാതെ യാത്ര ചെയ്യുന്നത് ഹറാമാണ്. ഇന്ന് മറ്റു പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും അമ്മില്ലാത്ത കാലാണ് ഇന്നത്തെ കാലം. ശ്രദ്ധിക്കണം, നല്ല കരുത്തുറ്റ ആണുങ്ങൾ തന്നെ കൂടെ ഉണ്ടായിരിക്കണം, അത് മഹറമായിരിക്കണം. എറുവാടി സിയാറത്ത് ചെയ്യൽ ഖൈറായ കാര്യമാണ്. ഞാൻ സൗകര്യം കിട്ടിയാൽ സിയാറത്ത് ചെയ്യാറുണ്ട്, വളരെ ഖൈറാണ്. ഞാൻ ഇതിനെതിരാന്ന് വിചാരിക്കേണ്ട, അതാണ് ദീന്. അത് ദീൻ അല്ല എന്ന് വിചാരിച്ചവന്റെ തലച്ചോറിൽ വെള്ളം വെച്ച കുഴപ്പമാണ്, അത് വേറെ വിഷയം. വളരെ ഖൈറാണ്. പക്ഷെ വളരെ ശ്രദ്ധിക്കണം. എന്തിനെ? നമസ്കാരം വരെ സ്വന്തം വീട്ടിൽ നടത്തണമെന്നല്ലേ ശറഅ് പറഞ്ഞത്? ലോക മുസ്ലിമീങ്ങൾക്ക് അഭിപ്രായക്കേടില്ല ഈ വിഷയത്തിൽ. ഇവിടെ 4 അന്തല്ലാത്ത സംഘടനകൾക്ക് അഭിപ്രായമുണ്ട്, 4 ആളില്ലാത്ത സംഘടനകൾക്ക് അഭിപ്രായമുണ്ട്. ഇത് സൗദി ഔഖാഫിന്റെ ഫത്വയാണ്. നിങ്ങളെ പോലത്തവരൊക്കെ ഉണ്ടാവുന്ന രീതി തന്നെയാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു പെണ്ണ് നിസ്കരിക്കേണ്ടത് വീട്ടിലാണ്. വീട്ടിന്റെ പുറത്ത് പള്ളിയിൽ പെണ്ണ് നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് പൊരുത്തമില്ല. അത് അഫ്ളലിനെതിരാണ്. അഫ്ളലിനല്ലേ റബ്ബ് കൂലി തരുന്നത്? ശ്രദ്ധിക്കണം. പെണ്ണുങ്ങൾ ജുമാഅത്ത് പോയ ജമാഅത്തിന് പോയ അത് തെറ്റാണ്. അള്ളാഹ് അങ്ങനെയല്ലല്ലോ അവളോട് പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞത് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. സൗദി ഔഖാഫിന്റെ ഫത്വയാണ്. ഒരു പെണ്ണ് ചോദിക്കാണ്, ഹൽ സ്വലാത്തുൽ മർഅതി വാജിബത്തുൻ സ്വലാത്തുൽ ജുമുഅത്തി വാജിബത്തുൻ അലൽ മർഅ. മറുപടി, അൽ ജുമുഅത്തി ലൈസത്ത് വാജിബത്തൻ അലൽ മർഅ. പെണ്ണിന് ജുമുഅ വാജിബില്ല, ബൽ ഹിയ അലൽ റിജാലി. സൗദി ഔഖാഫിന്റെ ഫത്വ. അത് ആണുങ്ങൾ മാത്രം ചെയ്യേണ്ടതാണ്. വഹാക്കദൽ ജമാ, പള്ളി ജമാഅത്ത് നിസ്കാരവും ലൈസത്ത് വാജിബത്തൻ അലൽ മർഅത്തി, പെണ്ണിനില്ല, ബൽ ഹിയ അലൽ റിജാലി, അത് ആണുങ്ങൾ ചെയ്യേണ്ടതാണ്. വസ്സുന്നത്തു, സുന്നത്തായ കാര്യം, അൻ തുസല്ലിയൽ മർഅത്തു ഫീ ബൈതിഹാ. റഹ്മത്തുള്ളാഹിന്റെ അഭിപ്രായമല്ല, സമസ്തന്റെ തീരുമാനമല്ല. ഇത് സൗദി ഔഖാഫിന്റെ ഫത്വ. വേണമെങ്കിൽ നോക്ക്, സൗദി ഔഖാഫിന്റെ ഫത്വ. ഇതിവിടെ 4 അന്തല്ലാത്ത ഒരു സംഘടന കൊണ്ട് എന്തെങ്കിലും 4 ആളെ കൂട്ടണമെങ്കിൽ എന്തെങ്കിലും വകുപ്പുണ്ടാക്കണമല്ലോ. അങ്ങനെ വകുപ്പുണ്ടാക്കിയതാണ്. അത് ശറഅനെതിരാണ്. ശ്രദ്ധിക്കണം. അങ്ങനെയാണ് ശറഅ് പറഞ്ഞത്. എല്ലാം പെണ്ണ് വീട്ടിലൊരുങ്ങിയിരിക്കാ വേണ്ടത്. പെണ്ണ് സ്വലാത്ത് നോക്കി പായല്ല വേണ്ടത്. പെണ്ണ് മെഹറമില്ലാതെ സ്വലാത്തിന് പായരുത്. പെണ്ണ് മെഹറമില്ലാതെ എറുവാടിക്ക് പായരുത്. പെണ്ണ് പൂരങ്ങൾ എന്ന പേരിൽ, നേർച്ചകൾ എന്ന പേരിൽ പൂരത്തിന് പായരുത്. നിസ്കരിക്കാനും പായരുത്. ശ്രദ്ധിക്കണം. പെണ്ണ് നിസ്കരിക്കേണ്ടത് അത് ശറഅ് കർശനമാക്കി പറഞ്ഞു. സിയാറത്ത് അവൾക്ക് ജായിസാണ്, സുന്നത്തുമാണ് മെഹറം ഉണ്ടെങ്കിൽ. ഇത് മെഹറം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിസ്കാരം വീട്ടിൽ തന്നെയാണ്. മെഹറം ഉണ്ടായാലും വീട്ടിലാണ്, മെഹറം ഇല്ലെങ്കിലും വീട്ടിലാണ്. മറ്റേ മെഹറം ഉണ്ടെങ്കിൽ ജായിസാവും സിയാറത്ത് ചെയ്യാൻ. കാരണം സിയാറത്ത് ചെയ്യണമെങ്കിൽ മക്ബറ അങ്ങോട്ട് വരില്ലല്ലോ, നമ്മൾ അങ്ങോട്ട് പോകണ്ടേ. അതുകൊണ്ട് പോകാം ശറഇയായ ആദാബാണ്. പക്ഷേ ഇത് വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമാണ്, വളരെ സ്പഷ്ടം. ومن هذا تفهم أن المرأة ليس عليها جمعة بل تصلي في بيتها ظهرا. പെണ്ണ് അവളെ വീട്ടിൽ ളുഹർ നിസ്കരിക്കുകയാണ് വേണ്ടത്. പെണ്ണ് ജുമുഅക്ക് പോവുകയല്ല. സൗദി ഔഖാഫിന്റെ ഫത്വ, സൗദി ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ബിൻ ബാസിന്റെ ഫത്വ. നിന്റെ കയ്യിൽ എല്ലാ കാലത്തും ഇതുണ്ടാവും, ആവശ്യക്കാർക്ക് വന്ന് നോക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ മക്കയ്ക്ക് വിളിച്ചു പറഞ്ഞാൽ 25 റിയാലിന്റെ വിലയുള്ള സാധനം കിട്ടുന്നതാണ്. നോക്ക്,
പെണ്ണ് വീട്ടിലിരിക്കണം. പെണ്ണിനെ വീട്ടിന്റെ പുറത്ത് കൊണ്ടുവന്നു, പെണ്ണിനെ പ്രസംഗിപ്പിച്ചു, പൊതുവേദിയിൽ കൊണ്ടുവന്നു. അപ്പൊ രാഷ്ട്രീയക്കാർക്ക് തിരക്കടില്ലാന്ന് തോന്നി, അവരെന്റെ പിന്നാലെ പോവുകയും ചെയ്തു. തെറ്റാണ്, അത് തെറ്റാണ്, അത് തെറ്റാണ്. പെണ്ണ് പൊതുവേദിയിൽ പ്രസംഗിക്കുന്നത് തെറ്റാണ്. മഹുമാക്കാനെല്ലാം എന്റെ ഭൗതിക ലാഭമുണ്ടെങ്കിലും തെറ്റാണ്, തെറ്റാണ്. എന്തുകൊണ്ട്? ഇദാ കാന ഉമറാഉകും സുലഹാഅകും വഅഗ്നിയാഉകും സുമഹാഅകും വഉമൂറുകും ശുറാ ബൈനകും ഫല്ലഹ്റുൽ അർളി ഖൈറും മിൻ ബത്നിഹാ. സ്വഹീഹുൽ ബുഖാരി. 3 കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തെ ജീവിതം സുഖകരമാണ്. 3 കാര്യങ്ങളുണ്ടെങ്കിൽ ഏതാ 3 കാര്യം? ഇദാ കാന ഉമറാഉകും സുലഹാഅകും, നിങ്ങളെ ഭരിക്കുന്നവർ സ്വാലിഹീങ്ങളാവുക, നിങ്ങളെ നാട്ടു നേതാക്കന്മാരൊക്കെ സ്വാലിഹീങ്ങളാവുക. 2 വഅഗ്നിയാഉകും സുമഹാഅകും, നിങ്ങളെ കൂട്ടത്തിലെ ധനാഢ്യന്മാർ നിർലോഭമായി ദാനം ചെയ്യുന്നവരാവുക. 3-ാമത്തെ കാര്യം വഉമൂറുകും ശുറാ ബൈനകും, നിങ്ങൾക്കിടയിൽ ഏത് പ്രശ്നം ഉണ്ടായാലും നിങ്ങളത് മുശാവറ നടത്തി തീരുമാനിക്കുകയും ചെയ്യുക. എന്നാൽ ഫലഹ്റുൽ അർളി ഖൈറും മിൻ ബത്നിഹാ, അങ്ങനെ ആയാൽ നിങ്ങൾക്ക് മരിക്കലിനേക്കാൾ നല്ലത് ജീവിക്കലാവുന്നു. സ്വഹീഹുൽ ബുഖാരി. നേട്ടൂല, വിഷയം ഇനിയും പറയാണ്ട്, ആണുങ്ങളെ ഔറത്തൊക്കെ പറയാണ്ട്, എന്നതിന് കഴിയില്ല. ഇദാ കാന ഉമറ, നേരെ തിരിച്ച് ആ പെട്ടി കൊണ്ട് തിരിച്ചിട്ട് ഇദാ കാന ഉമറാഉകും ശിറാറകും വഅഗ്നിയാഉകും ബുഖലാകും വഉമൂറുകും മിലാ നിസാഇകും ഫബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹാ. ഇദാ കാന ഉമറാഉകും ശിറാറകും, നിങ്ങളെ മൂപ്പന്മാരൊക്കെ മോശപ്പെട്ടവരാവുക, നിങ്ങളെ മൂപ്പന്മാർ മോശപ്പെട്ടവരാവുക. നിങ്ങളിലെ ധനാഢ്യന്മാരെല്ലാം ഒരു നാടിനെ ഭരിക്കുന്നവര് മോശപ്പെട്ടവരാവുക. അതേപോലെ തന്നെ വാഗനിയാവുക്കും ബുഖലാക്കും, ധനാഢ്യന്മാരെല്ലാം ലുബ്ധന്മാരാവുക. 3 വഉമൂറുകും മിലാ നിസാഇകും, കാര്യങ്ങളൊക്കെ പെണ്ണുങ്ങളെ കൈകാര്യത്തിന് ഏൽപ്പിക്കുക. എല്ലാത്തിന്റെയും നേതൃത്വം പെണ്ണുങ്ങളായിക്കൊണ്ടേയിരിക്കുക. അന്ന് ഫബത്നുൽ അർളി ഖൈറും മിൻ ലഹരിഹാ, അന്ന് നിങ്ങൾക്ക് ഭൂമിയുടെ പുറത്ത് ജീവിക്കലിനേക്കാൾ നല്ലത് പെണ്ണുങ്ങൾ കാര്യം കൈകാര്യം ചെയ്യുന്ന ലോകത്ത് ജീവിക്കലിനേക്കാൾ നല്ലത് ഫബത്നുൽ അർളി, ഭൂമിന്റെ വയറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങലായിരിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരി. ഇത് മുസ്തഫ നബി പറഞ്ഞിട്ടുണ്ട്, ഇത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അമ്മക്ക് തോന്നിയതുപോലെ ജീവിക്കലല്ല ഇസ്ലാം മതം. ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പെണ്ണുങ്ങൾ വളരെ ചിന്തിക്കണം. പെണ്ണുങ്ങൾ യാതൊരു കാരണവശാലും നല്ലോണം ശ്രദ്ധിക്കണം, ഇത് തമാശയല്ല. ഹബീബായ റസൂലുള്ളാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, പെണ്ണിന് സിയാറത്ത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ, നല്ല കാര്യമാണ്. പക്ഷേ മഹറമിനോട് കൂടി പോകേണ്ടതാണ്. ഉറൂസുകൾ നടത്തുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആണും പെണ്ണും പരസ്പരം കൂടിക്കലറുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത് ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. അത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ സംഘടനാപരമായ പക്ഷപാതിത്വത്തിന്റെ പേരിൽ പെണ്ണിന് മശ്റൂഅത്തല്ലാത്ത പള്ളിയിലെ നിസ്കാരം പെണ്ണിനുണ്ട് എന്ന് പറയരുത്. അത് ആധുനിക പൗരോഹിത്യമാണ്. അതിനാ പൗരോഹിത്യം എന്ന് പറയാം. അത് പുരോഹിതന്മാർ പടച്ചുണ്ടാക്കിയിട്ട് ജനങ്ങളെ ഏൽപ്പിക്കുക. എന്തുകൊണ്ട്? അവർക്ക് പടച്ചോന്റെ അടുത്തുനിന്ന് കൂലി കിട്ടുന്നത് വീട്ടിലാണെന്ന് മുഹമ്മദ് നബി. ഇത് ലോകം അംഗീകരിക്കുന്ന മറ്റു അഭിപ്രായക്കേടില്ല. ഇത് ലോകം അംഗീകരിക്കുന്ന അഭിപ്രായമാണ്, ഇതിൽ അഭിപ്രായക്കേടില്ല. അത് പൗരോഹിത്യമാണ്, ആധുനിക പൗരോഹിത്യമാണ്. ഇത് പൗരോഹിത്യം എന്ന് അവര് പൗരോഹിത്യം എന്ന് പറയുന്നവർ സത്യത്തിൽ പൗരോഹിത്യമുള്ളവരാ പൗരോഹിത്യം എന്ന് ആക്ഷേപിക്കുന്നത്. അത് പൗരോഹിത്യമാണ്, ഇത് തനി തെറ്റാണ്. അത് ശറഅനെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശറഅല്ല. ഒരു പെണ്ണ് അവിചാരിതമായി പള്ളി കയറി നിൽക്കിച്ചാൽ ആ പള്ളി വിളിക്കണമെന്നൊന്നും പാടില്ല. അതൊക്കെ ജായിസാവും, അത് വേറെ വിഷയം. പക്ഷേ ഇന്ന് പെണ്ണിന് പള്ളി മശ്റൂഅത്താണെന്ന് വലിയ കെട്ടിഘോഷിച്ച് കൊണ്ടുവരുന്ന പരിപാടിക്ക് സംവിധാനത്തിന് ആഗോള മുസ്ലിം പണ്ഡിത ഫത്വ പോലും എതിരാണ് എന്നാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. അത് ശ്രദ്ധിക്കുക. ഹബീബായ റസൂലുള്ളാഹി
ഇബ്നു മസ്ഊദിൻ ഖാല ഇന്നൻ നിസാഅ ഔറ, പെണ്ണ് എന്നാൽ ഔറത്താണ്. വ ഇന്നൽ മർഅത തഖ്റുജു മിൻ ബൈത്തിഹാ, ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ, വമാ ബിഹാ ബഅസുൻ, ഒരു രോഗമൊന്നുമില്ലാതെ ഇറങ്ങുകയാണെങ്കിൽ, അത്യാവശ്യമുള്ള കാര്യത്തിനല്ലാതെ ഇറങ്ങിയാൽ, ഫയഖൂലു ശൈത്താനു, ശൈത്താൻ പറയും, ലാ തമുറീന ബി അഹദിൻ ഇല്ലാ അജബ്തി, ആരടുത്ത് പോവുകയാണെങ്കിലും അവനെ നീ അത്ഭുതപ്പെടുത്തണമേ, ആകർഷിപ്പിക്കണമേ. അതുകൊണ്ട് വമാ അബദത് ഇംറഅത്തുൻ റബ്ബഹാ മിസ്ല അൻ തഅബുദഹു ഫീ ബൈതിഹാ, ഒരു പെണ്ണ് അവളുടെ വീട്ടിൽ ആരാധിച്ച അത്ര അല്ലാഹുവിനെ ആരാധിക്കുന്ന പരിപാടിയോ സമ്പ്രദായമോ ഇല്ല. ഒരു പെണ്ണ് ആരാധിക്കേണ്ടത് വീട്ടിലാണ് എന്ന് ഇമാം തുബ്രാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. عن أنس قال رضي الله عنه قال جئنا النساء إلى رسول الله صلى الله عليه وسلم, ഒരു സംഘം പെണ്ണുങ്ങൾ റസൂലുള്ളാഹിന്റെ അരികിൽ വന്നു. ഫഖുൽനാ, പെണ്ണുങ്ങൾ പറഞ്ഞു, യാ റസൂലുള്ളാഹി നബിയെ, റഹബർ റിജാലു ബി ഫദ്ലിൽ ജിഹാദി, യുദ്ധത്തിന്റെ ഫദ്ലൊക്കെ ആണുങ്ങൾ കൊണ്ടുപോയല്ലോ. അപ്പൊ യുദ്ധത്തിന്റെ ഫദ്ൽ ലഭിക്കുന്ന വല്ല പരിപാടിയും ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഫഖാല, ഈ ഹദീസ് റൂഹുൽ മആനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാമ ആലൂസി, എല്ലാവർക്കും നിഷേധിക്കാൻ കഴിയില്ല. അല്ലാമ ആലൂസി റൂഹുൽ മആനി എടുത്ത് നോക്ക്. ഫഖാല ഹബീബ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദീനിയായ ഇൽമ് പഠിക്കാൻ സ്ത്രീക്ക് ഒറ്റക്ക് പോകാൻ പാടുണ്ടോ? ദീനിയായ ഇൽമ് എന്ന് പറഞ്ഞാൽ ഫരീളത്തായ ഇൽമും സുന്നത്തായ ഇൽമുണ്ട്. ഫരീളത്തായ ഇൽമിന് വേണ്ടിയാണെങ്കിൽ പോകാവുന്നതാണ്, അവിടെയും സൂക്ഷിക്കണം. അമ്നുണ്ട സാഹചര്യത്തിൽ പോകാം. അമ്നില്ലാത്ത സാഹചര്യത്താണെങ്കിൽ, അതായത് നിർഭയാവസ്ഥ അല്ലെങ്കിൽ പോകാൻ പാടില്ല. ഇന്ന് ഏകദേശം പഠിക്കുന്നത് ഫരീളത്തായ ഇൽമല്ല, സുന്നത്തായ ഇൽമാണ്. സുന്നത്തായ ഇൽമിന് ഒറ്റക്ക് പോകാൻ പാടില്ലാത്തതാണ്, ശ്രദ്ധിക്കണം. അമ്നുണ്ടെങ്കിൽ പറ്റും. അമ്ന് ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കുമെങ്കിൽ അത് വലിയ കർശനമായി വിരോധിക്കപ്പെടേണ്ടതാണ്, ശ്രദ്ധിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ പെണ്ണുങ്ങൾ വന്നിട്ട്, നബിയെ, ഞങ്ങൾക്ക് യുദ്ധത്തിന് പോകുന്ന മുജാഹിദീങ്ങളുടെ യുദ്ധത്തിന്റെ കൂലിക്ക് പകരം ഒരു കൂലി പറഞ്ഞു തരുമോ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു. ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, മൻ ഖഅദത മിൻകുന്ന ഫീ ബൈതിഹാ, ഒരു പെണ്ണ് അവളെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ എന്നിട്ട് അവിടെ വെച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ, ഫഇന്നഹാ തുദ്രികു അമലൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്തവരുടെ കൂലി അവൾക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് നബി. അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, ശ്രദ്ധിക്കണം. അവിടെ മാത്രമല്ല, പെൺകുട്ടികളെ കോളേജിൽ നിന്നോ ഉന്നത സ്കൂളുകളിൽ നിന്നോ ഉല്ലാസയാത്ര പറഞ്ഞേക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് തനി ഹറാം. ഉല്ലാസയാത്ര പറഞ്ഞേക്കുക ഇത് ഭയങ്കര പ്രശ്നമാണ്. പേരിന് ഏതെങ്കിലും ടീച്ചറോ മാഷോ കൂട്ടത്തിലുണ്ടാവും. അവർ തന്നെ ആജലീങ്ങളല്ല, അവർ തന്നെ ആജലീങ്ങളാവൂല. എന്തുകൊണ്ട്? അവർക്ക് അവരുടേതായ ചില ദോഷങ്ങൾ ഉണ്ടാവും. ഞാൻ വിശദീകരിക്കണില്ലല്ലോ. ഒരു അധ്യാപകനും അധ്യാപികയും ഒക്കെ ഉള്ള ശാസ്ത്രത്തിൽ ടീച്ചറുണ്ട്, മാഷുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഉള്ള കൂട്ടത്തിൽ പെണ്ണിനെ പറഞ്ഞേക്കുക. ഇഷ്ടംപോലെ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, മാഷുണ്ട്. അവർക്ക് അവരുടേതായ മോശങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇവരെ ശ്രദ്ധിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരാൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഒരാൾ ശ്രദ്ധിക്കുന്നതിന് പരിധിയുണ്ട്. കുറുക്കനെ പിടിച്ച് കോഴിയെ നോക്കാൻ ഏൽപ്പിച്ചാൽ എന്താ ലാഭം? ആ നിലക്കുള്ള നോക്കലല്ലേ ഉണ്ടാവുള്ളൂ. അവസാനം വന്നാൽ പിന്നെ തൂവൽ ബാക്കിയുണ്ടാവും, എണ്ണം കിട്ടൂല. തൂവൽ കൊണ്ട് എണ്ണം പിടിക്കാം. ഒരു കുറുക്കനെ കോഴിനെ ഏൽപ്പിച്ചാൽ അത് ഒരു നോക്കൽ തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കണം. ഭാര്യ ഇത്തരം കുട്ടികളെ ഉല്ലാസയാത്ര പറഞ്ഞേക്കാൻ പാടില്ലാത്തതാണ്. അത് തോന്നിവാസാണെന്ന് നടക്കുന്നത്. പഴയ കാലത്തൊക്കെ അതിനൊരു ധർമ്മം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഈ കഴിഞ്ഞ കൊല്ലം ഞാന് രാത്രി ഒരു മണി നേരം ഈ കൽപ്പറ്റന്ന് ഇവിടുന്ന് അത്യാവശ്യ പരിപാടി കഴിഞ്ഞ് വരിക. രാത്രി 1 മണി നേരം ഈ സൂസൈഡ് പോയിന്റിന്റെ അവിടെ അങ്ങോട്ട് എത്തി. ഇവിടെ എന്താ പറയാ, അവിടെ ആത്മഹത്യ മുനപ്പുണ്ടല്ലോ, മറ്റേ ആ ഇതൊക്കെ കെട്ടിയിട്ടുണ്ടല്ലോ, എന്താ അവിടെ പറയാ, എന്താ പറയാ, ലക്കിടി എന്ന് പറയാ. രാത്രി 1 മണി നേരം ഒരു വലിയ വാന് നിർത്തിയിട്ടിട്ടുണ്ട്. അതിന് ഈ നല്ല സ്റ്റീരിയോയിൽ നല്ല മ്യൂസിക് ഉണ്ട്. പുറത്ത് നട്ടപ്പാതിര 1 മണി നേരം കുറെ മുസ്ലിം അമുസ്ലിം പെണ്ണുങ്ങളും ആണുങ്ങളും നിന്നിട്ട് ആ നേരത്ത് ഡാൻസ് ചെയ്യാൻ വരുന്ന വണ്ടിയൊക്കെ ബ്ലോക്ക്. ആ കൂട്ടത്തിൽ ഞാനും പെട്ടു. ശ്രദ്ധിക്കണേ, എന്റെ കണ്ണുകൊണ്ട് കണ്ടതേ. ഡാൻസ് ചെയ്യുക ആ നേരത്തെ പെണ്ണുങ്ങളും ആണുങ്ങളും ഇറങ്ങിയിട്ട് ഡാൻസ് ചെയ്യുക. ഇവർ വന്ന വണ്ടിന് നല്ല ഒരു മ്യൂസിക് വിട്ടിട്ടുണ്ട്. ഈ മ്യൂസിക്കിനനുസരിച്ച് ഈ മുസ്ലിം പെൺകുട്ടികൾ, തട്ടുള്ള മുസ്ലിം പെൺകുട്ടികൾ
ഒരു കോലത്തിൽ തട്ടം തോളിലുള്ള മുസ്ലിം പെൺകുട്ടികൾ, ആൺകുട്ടികൾ, ആണുങ്ങൾ, കുട്ടികൾ ഞാൻ ആലങ്കാരികം പറഞ്ഞാട്ടോ, കുട്ടികളല്ല, വലിയ വലിയ ജാമൂസുകൾ, വലിയ വലിയ ജാമൂസ്. ഈ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. രാത്രി 1 മണി നേരം ഇത്തരം ഉല്ലാസയാത്രകൾ യാത്രകളുടെ ബാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കുറെ തമ്മാടി പെണ്ണുങ്ങളെ നമ്മൾ ബാപ്പമാരാകലാവും. ഇത് ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ട് പെണ്ണ് വഖർന ഫീ ബുയൂതികുന്ന വലാ തബറുജന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. പെണ്ണ് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ണമെന്ന് ബഹുമാനപ്പെട്ട ശറഅ് പറഞ്ഞിരിക്കുന്നു. വളരെ ശ്രദ്ധിക്കണം. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി പെണ്ണിന് അത്യാവശ്യത്തിന് ഇറങ്ങി പോവാണെങ്കിലും നിയമമുണ്ട്, ഇറങ്ങി പോവാൻ നടത്തത്തിന് നിയമമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംശി റജുലു ബൈനൽ മർഅതൈനി, ഒരു പെണ്ണ് അപ്പുറം ഒരു പെണ്ണ് ഇപ്പുറം, അതിന്റെ നടുവിൽ ഒരു ആണ് നടക്കാൻ റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. അബൂ ദാവൂദ്. ശ്രദ്ധിക്കുക, മനസ്സിലാവില്ല നിങ്ങൾക്ക്. 2 പെണ്ണിന്റെ നടുവിൽ ആണ് പോവുക. ആളുകളെ കാണുന്ന ഭാഗത്ത് 2 പെണ്ണുങ്ങൾ, നടുവില് ആണ്, മറക്കപ്പെട്ടവൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മുർഅതൈനി യംശി അർ-റജുലു ബൈനൽ മർഅതൈനി. 2 പെണ്ണിന്റെ ഇടയിൽ ആണ് നടന്നു പോകല, ആണ് നടന്നു പോവുക എന്ന പ്രവർത്തനം ഹറാമാണ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യമാണ്. മാത്രല്ല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി വന്നപ്പോഴുണ്ട് വന്നിസാഉ വർരിജാലു മഅർരിജാലി അർരിജാലു മഅന്നിസാഇ ബിത്വരീഖി. ആണും പെണ്ണും വഴിയിൽ ഇടകലർന്ന് പോകുന്നത് മദീന അങ്ങാടിയിൽ റസൂലുള്ളാഹി കണ്ടു. ഫഖാല ലിന്നിസാഇ, ഉടനെ പെണ്ണുങ്ങളോട് പറഞ്ഞു, ഇസ്തഖിർന, ബേക്കിലേക്ക് നിൽക്കൂ. ഫഇന്നലക്ന അൻ തുഹഖഖന ത്വരീഖ അലൈകുന്ന ബിഹാഫാത്തി ത്വരീഖി. നിങ്ങൾ വഴിയുടെ പാർശ്വങ്ങളിലാണ് യാത്ര ചെയ്യേണ്ടത്. പഴയ കാലത്തൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലേ വേലിക്കൊക്കെ പറ്റിപ്പോവാ, അങ്ങനെ ഉണ്ടായിരുന്നു. ഹദീസാണ്, ഹദീസ് അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാനത്തിൽ മർഅതു, അന്ന് മുതൽ പെണ്ണുങ്ങൾ തൽസഖു ബിൽ ജിദാരി, മതിലിനോടൊക്കെ ചേർന്നാണ് പോയിരുന്നത്. അബൂ ദാവൂദിന്റെ ഈ റിവായത്ത് തന്നെ വേറെ റിവായത്തിൽ കാണാം, ഹത്താ ഇന്ന സൗബഹാ ലയതഅല്ലഖു ബിൽ ജിദാരി മിൻ ലുസൂഖിഹാ ബിഹി. ചിലപ്പോഴൊക്കെ വേലികളിൽ പെണ്ണുങ്ങളുടെ വസ്ത്രം കുടുങ്ങാറുണ്ടായിരുന്നു. മിൻ ലുസൂഖിഹാ ബിഹി. ആ തീരുമാനം റസൂലുള്ളാഹി പറഞ്ഞത് മുതൽ പെണ്ണുങ്ങൾ അരികു പറ്റിയാ പോയിരുന്നത്. മിക്കവാറും നേരം അവരുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ കുളത്തി പിടിച്ചിട്ട് കീറിപ്പോയിരുന്നു. എന്നിട്ടോ അവര് അരികയായിരുന്നു പറ്റിയിരുന്നത്. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹിന്റെ വകയല്ല, ഈ ഹദീസ് അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പെണ്ണുങ്ങൾ അത്യാവശ്യം ഇറങ്ങി പോവാണെങ്കിൽ തന്നെ വളരെ ശ്രദ്ധിക്കണം. അവർക്ക് അവരുടേതായ ഭാഗങ്ങളുണ്ട്, വളരെ ചിന്തിക്കണം. കോഴിക്കോട്ടടക്കമുള്ള പെണ്ണുങ്ങളൊക്കെ ഇന്ന് പെരുന്നാൾ പോകട്ടെ നോമ്പ് തന്നെ ബാത്തിലാക്കി കളഞ്ഞു. ഏകദേശം ഞാൻ അറിഞ്ഞിടത്തോളം ഇന്നത് മലബാറിന്റെ രീതിയായി. കോഴിക്കോട്ടത് വല്ലാത്ത രീതിയാണ്. കോഴിക്കോട്ടിന്റെ രീതി പിന്നെ മലബാറിന്റെ രീതിയായി മാറും. നോമ്പ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ അറിഞ്ഞ. എന്നോട് ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത ദിവസം പറഞ്ഞു, തറാവീഹിന് പോകാൻ പെണ്ണുങ്ങൾ സമ്മതിക്കൂല. പെണ്ണുങ്ങൾ നേരെ ഷോപ്പിലേക്ക് അടിച്ചു കയറാം. കുറ്റിച്ചിറ ഭാഗത്തെ പെണ്ണുങ്ങളൊക്കെ ഷോപ്പിലേക്ക് അടിച്ചു കയറാം. വളരെ പ്രശ്നമാണ് ഈ പറയുന്നതൊക്കെ. ഇതൊക്കെ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന തമാശ നിയമങ്ങളാണ് ഈ പറയുന്നത്. അള്ളാഹുവിന്റെ നിയമം പാലിച്ചില്ലെങ്കിൽ നരകമാണ്. അല്ലെങ്കിൽ പിന്നെ എന്തിന് ഈ കിതാബ് ഇറക്കി? എന്തിനിപ്പോ ഇത് ഇറക്കിയത്? എന്തിനാണ് ഈ കിതാബ് ഇറക്കിയത്? പെണ്ണുങ്ങൾ, കുറ്റിച്ചിറയിലെ പെണ്ണുങ്ങൾ, കുറ്റിച്ചിറയിലെയും പരിസരത്തെയും പെണ്ണുങ്ങളൊക്കെ ചില കോംപ്ലക്സിലൊക്കെ എന്താ കാത്തിരിക്കല്ലേ ചില ആളുകൾ. ഉത്സവല്ലേ സത്യത്തിൽ. എന്തിനാ കോഴിക്കോടിനെ പറയുന്നത്? ഏകദേശം മലബാറിലെ അങ്ങാടിയിലൊക്കെ ഇപ്പോൾ ഉത്സവം തുടങ്ങിയില്ലേ? ഷോപ്പിൽ മുഴുവനും പെണ്ണുങ്ങൾ അടിച്ചു കയറുക. പെണ്ണുങ്ങൾ പുറത്ത് നിൽക്കുക. ഒരു കൗം ഇറങ്ങിയിട്ട് വേണം അടുത്ത കൗമിന്. എന്നാൽ ഇവർക്കാർക്കെങ്കിലും വല്ല വസ്ത്രത്തിന് കമ്മിയുണ്ടോ, വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. അതൊരു രസമാണ്. നോക്കൂ നിങ്ങൾ, ഇതാണ് സാഹചര്യം. തീരെ അള്ളാനെ പേടില്ലാത്ത ഒരു വിഭാഗത്തെ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. തീരെ അള്ളാനെ പേടില്ലാത്ത വിഭാഗം പെണ്ണുങ്ങളാണ്. അള്ളാനെ പേടി എന്ന സംഗതി പെണ്ണുങ്ങളിൽ ഇല്ല. അതെടുത്തു പോയിരിക്കുന്നു. പെണ്ണുങ്ങൾക്ക് അള്ളാഹുവിനുള്ള ഭയമില്ല. പെണ്ണുങ്ങളിൽ അള്ളാഹുവിന്റെ പേടി എടുത്തു പോയി.
അള്ളാനെ പേടിയില്ല, പെണ്ണുങ്ങളെ ശ്രദ്ധിക്കുക. ഖുംതു അലാ ബാബി ജഹന്നം, നരകത്തിന്റെ വാതിലിൽ ഞാൻ ഉള്ളിലേക്ക് നോക്കി. കൂടുതൽ പെണ്ണുങ്ങളും ഞാൻ കൂടുതലും നരകത്തിൽ പോകുന്നത് കണ്ടത് പെണ്ണുങ്ങളെയായിരുന്നു. നരകത്തിൽ കിടക്കുന്നത് കൂടുതലും പെണ്ണുങ്ങളാണെന്ന് മുഹമ്മദ് നബി ഇമാം മുസ്ലിം തന്റെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഒരു വാക്കും കൂടി പറയാ, ഒരു വാക്കും കൂടി വരാൻ നേരം വൈകണില്ല, ഒരു വാക്കും കൂടി പറയാ, ശ്രദ്ധിക്കുക. ഇതൊക്കെ തനി തെറ്റാണ്, തനി തിന്മയാണ്. അതേപോലെ തന്നെ 20-25 നോമ്പ് കഴിഞ്ഞാൽ പിന്നെ സാധുക്കൾ എന്ന പേരിൽ പെണ്ണുങ്ങൾ ഊരി തണ്ടുക, ഇതൊക്കെ തനി ഹറാമാണ്, തെറ്റാണ്. ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി പറയാ, പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇതുകൂടി കേട്ടോ, ഇതുകൂടി കേൾക്കൂ, ഇതുകൂടി കേൾക്കൂ, ഗൗരവമുള്ള വിഷയമാണ്. ലം തൽഹരിൽ ഫാഹിശതു ഫീ ഖൗമിൻ, ഒരു ജനതയിൽ ഇത്തരം തമ്മാടിത്തരങ്ങൾ. ശ്രദ്ധിക്കൂ, നേരം വൈകിയോ? ഇത് ഞാൻ പറയട്ടെ, ഈ ഹദീസ് പറയാൻ നിങ്ങൾ സമ്മതിക്കോ? ഈ ഹദീസാണ് സത്യത്തിൽ പരിഹാരം. അല്ലാതെ അച്യുതാനന്ദനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അതിന്റെ അപ്പുറമുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പരിഹാരം ഈ ഹദീസാണ്. ഇതാണ് പരിഹാരം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ലം തൽഹരിൽ ഫാഹിശതു, ഒരു നാട്ടിൽ ഇത്തരം അശ്ലീലതാ പ്രവർത്തനങ്ങൾ പരസ്യമായിട്ടില്ല. ഹത്താ യുഇലുനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹി മുത്താഊനു, ആ നാട്ടിൽ പ്ലേഗ് വ്യാപിച്ചിട്ടല്ലാതെ. ഒരു നാട്ടിൽ ഇത്തരം പെണ്ണുങ്ങളെ രംഗപ്രവേശങ്ങളൊക്കെ അധികരിക്കുകയാണെങ്കിൽ ആ നാട്ടിൽ പ്ലേഗ് ബാധിക്കും. മറ്റു ചില രോഗങ്ങളും അല്ലത്തി ലം തകുൻ മലത് ഫി അസ്ലാഫിഹിം, കേന്ദ്ര ആരോഗ്യമന്ത്രി വകുപ്പ് മന്ത്രി വരെ വന്നിട്ട് നാടി പിടിച്ചോക്കിട്ട് എന്താ രോഗം എന്ന് പിടുത്തം. എന്തല്ലേ അവിടെയല്ലേ ഇപ്പൊ തർക്കം? ഇപ്പൊ രോഗത്തിലല്ലേ തർക്കമുള്ളത്. അച്യുതാനന്ദൻ പറയുന്നു അത് ചിക്കൻ കുനിയ തന്നെയാണ്. എന്നാൽ പിന്നെ ഇന്ത്യൻ ആരോഗ്യ വകുപ്പ് ഇല്ലേ, നിങ്ങൾ ഇന്നെ കൂടിത്തരില്ല, അതിന് ബുഹാരി ഓതേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലേ? നിങ്ങൾ പറയും. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞു ഇത് ചിക്കൻ കുനിക അല്ല. പക്ഷേ 100 ചില്ലാൻ ആളുകൾ മരിച്ചു എന്നുള്ള ഉറപ്പാ. ചിക്കൻ കുനിയായാലും വേണ്ടില്ല, മട്ടൻ കുനിയായാലും വേണ്ടില്ല, ആള് മരിച്ചു. എന്തേ ആള് മരിച്ചത്? മുൻകാലത്തില്ലാത്ത രോഗങ്ങൾ വരും. അല്ലാഹു പെണ്ണുങ്ങളെ രംഗപ്രവേശം കൊണ്ട് പരീക്ഷിക്കുകയാണ്. പെണ്ണുങ്ങളെ രംഗപ്രവേശം ചെയ്യുന്ന നാടിൽ ആണുങ്ങൾ മരിച്ചു തീരും. മറ്റൊരു ആരാപം. ഒരു നാട്ടിൽ ഒരു കൊല്ലം മരിക്കുന്നത്, ഏറ്റവും കൂടുതൽ മരിക്കുന്നത്, നിങ്ങൾ പറയും മനുഷ്യന്മാരെ, ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം മരിക്കുന്ന ആളുകൾ ആണുങ്ങളാണ്. നിങ്ങൾ ഉറങ്ങല്, നിങ്ങൾ ചിന്തിക്കുക. ആക്സിഡന്റിൽ മരിച്ചത് ആണുങ്ങൾ. ക്യാൻസർ ബാധിച്ച് 90% മരിച്ചത് എന്തേ? ഇറച്ചി തിന്നതുകൊണ്ടാണ് ക്യാൻസർ ഉണ്ടായതെങ്കിൽ ഏറ്റവും ക്യാൻസർ ഉണ്ടാകേണ്ടത് ആൾക്കാർ. ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരെ, പെണ്ണുങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ ഇറച്ചി തിന്ന ആളുകൾ ആരാ? പെണ്ണുങ്ങളല്ലേ. നിങ്ങൾ ഒരു പ്ലേറ്റിൽ ഒരു ലേശം തിന്നു, അതിഥിക്കും ലേശം കൊടുത്തു, കുട്ടിക്കും ലേശം കൊടുത്തു, പെണ്ണ് എന്ത് ചെയ്തു? ബാക്കി മനസ്സിലായില്ല. പെണ്ണ് തിന്നുന്നതിന് പരിധിയില്ല. പെണ്ണ് ബാക്കി മുഴുവൻ തിന്നിട്ടില്ല, മനുഷ്യരില്ലേ? അല്ല എന്ത് ചെയ്യാന്നറിയാം? അവസാനത്തെ ആളാ. ഇറച്ചി എന്നിട്ട് ക്യാൻസർ ഉണ്ടാവുകയാണെങ്കിൽ ക്യാൻസർ ഉണ്ടാവേണ്ടത് 90% ക്യാൻസർ ഉണ്ടായത് പെണ്ണുങ്ങളിൽ. തിന്മ വളർന്നപ്പോൾ അല്ലാഹു ആണുങ്ങളിൽ, ഈ അരയന്മാർക്കൊരു രീതി ഉണ്ട്. പെണ്ണ് പേച്ചാല് തകഴി എവിടെയോ പറയുന്നുണ്ടല്ലോ, ചെമ്മീനിലാണ് എനിക്ക് ഓർമ്മ, അല്ലേ? ചെമ്മീനിലാണെന്ന് എൻ്റെ ഓർമ്മ, തകഴിയുടെ ചെമ്മീനിലാണെന്ന് എൻ്റെ ഓർമ്മ. അരയന്മാർക്കൊരു വിശ്വാസമുണ്ട്, പെണ്ണ് പേച്ചാല് ആണ് കടലിലിറങ്ങിയാൽ മരിച്ചു പോകും. ആ അന്ധവിശ്വാസമല്ല പറയുന്നത്, പക്ഷേ ഈ വസ്തുത ശരിയാണ്. പെണ്ണ് പരസ്യമായി രംഗത്തിറങ്ങുന്ന നാട്ടിൽ, ആ നാട്ടിൽ ഇല്ലാ സല്ലല്ലാഹു അലൈഹിമുൽ മൗത, ആണുങ്ങൾക്ക് അല്ലാഹു തആല പെട്ടെന്ന് മരണം കൊടുക്കും. ഇറച്ചി ഇന്നലെ കൂടുന്നത് പെണ്ണുങ്ങൾ, കൊളസ്ട്രോൾ കൂടുതൽ ആണുങ്ങൾക്ക്, അറ്റാക്ക് ഉണ്ടായാലും കൂടുതൽ ഇത്തരം എല്ലാ ഡാൽഡയും എല്ലാ പൊരിച്ചതും കരിച്ചതും മുഴുവനും കേറ്റുന്നത് പെണ്ണുങ്ങൾ. എന്നാൽ അറ്റാക്കിൽ മരിച്ചത് മുഴുവനും ആണുങ്ങൾ. കാരണം പറയും, ഇത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്ല, ലോകാഭ്യന്തരമന്ത്രി നോക്കിയാലും പ്രശ്നം പരിഹരിക്കൂല. പ്രശ്നം മുഹമ്മദ് നബി പറഞ്ഞതാണ്. പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. പെണ്ണിന്റെ രംഗപ്രവേശം ഇത് നന്നാവില്ല. പെൺ ഈ നിലക്കിട് നന്നാവുന്ന പ്രശ്നമില്ല. ആണുങ്ങൾ മരിച്ചു തരും. ആണുങ്ങൾ നരിച്ചു തരുന്ന സൊസൈറ്റിയിൽ പിന്നെ പെണ്ണുങ്ങളെ ഭരണമാവും.
പെണ്ണുങ്ങളെ രംഗത്തരം പ്രവേശം ഉണ്ടായാൽ വ്യഭിചാരം അധികരിക്കും. വ്യഭിചാരത്തിന്റെ മക്കൾ വളർന്നാൽ ദജ്ജാൽ വരും. കറക്റ്റാ വിഷയം. മഹ്ദി ഇമാമിലേക്ക് നമുക്ക് വരാണ്ടല്ലോ. ഞാൻ ഒന്ന് കാൽപ്പാട് എടുത്തു വെക്കുക. മനസ്സിലായില്ല? വ്യഭിചാരത്തിന്റെ മക്കളായിരിക്കും ദജ്ജാലിനെ സ്വാഗതം ചെയ്യുമെന്ന് സ്വഹീഹ് മുസ്ലിം. മനസ്സിലായി? ദജ്ജാലിന്റെ സ്വാഗതം ചെയ്യുന്ന മക്കൾ വ്യഭിചാരത്തിന്റെ മക്കളാണ്. വ്യഭിചാരം എങ്ങനെ വളരുക? പെണ്ണുങ്ങളുടെ ആണുങ്ങളൊക്കെ മരിച്ചു തീരും. പിന്നെ ബാക്കിയുള്ളവരുടെ പിന്നാലെ പെണ്ണുങ്ങൾ കൂടും. 50 പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരാണ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനത്തെ കാലം വരും. സ്വഹീഹുൽ ബുഖാരി. 50 പെണ്ണുങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരാണേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ കാലം വരും. സ്വഹീഹുൽ ബുഖാരി. ഏതായാലും പെണ്ണുങ്ങളുടെ രംഗപ്രവേശനം വളരെ വലിയ പ്രശ്നമാണ്. അതെല്ലാവരും ഗൗരവമായി കണക്കെടുക്കണം. അതുകൊണ്ട് പെണ്ണുങ്ങൾ വീട്ടിൽ അടങ്ങി ഒരുങ്ങിയിരിക്കണം. ആ പഴയ സാമുദായിക ക്രമം മടങ്ങി വരണം. ഇന്നത്തെ നവനൂതന ഭാഗം നാം ഉപേക്ഷിക്കുകയും ഇലാഹിയായ അടിസ്ഥാനത്തിലേക്ക് നാം മടങ്ങിപ്പോവുകയും ചെയ്യണം. പെണ്ണുങ്ങൾ രംഗപ്രവേശം ചെയ്തുകൊണ്ട് നാശമല്ലാതെ മറ്റൊന്നും സമൂഹത്തിന് ഉണ്ടാകാനില്ല. ഇത് പറയാനാണ് ഈ പ്രമേയം ഞാൻ ഉപയോഗപ്പെടുത്തിയത്. പല ആളുകൾക്കും വിഷമം തോന്നിയിട്ടുണ്ടാകും, പലരെയും സ്പർശിച്ചിട്ടുണ്ടാവും. ക്ഷമിക്കണം. ഇന്നലെ പറഞ്ഞതിന്റെ കാതൽ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒറ്റ ചാൻസ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا توبوا إلى الله توبة نصوحا. ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഈ സമയം എല്ലാവരും ഉപയോഗപ്പെടുത്തണം. തൗബ എന്ന് പറഞ്ഞാൽ കേവലം ഒരു വാക്കല്ല. ഇനി അത്തരം തിന്മകൾ ചെയ്യുകയില്ല എന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഈ നശ്വരമായ ലോകം ഇത് വളരെ കുറഞ്ഞ കാലമാണ്. അനശ്വരമായ ശാശ്വതമായ അല്ലാഹുവിന്റെ പാരത്രിക വീട് നൈമിഷികമായ ലോകത്തിന് വേണ്ടി സഹോദര സഹോദരിമാർ നഷ്ടപ്പെടുത്തി കളയരുത്. പെണ്ണുങ്ങളെ ഒരാൾ അധികാരമേൽപ്പിച്ചാൽ പെണ്ണിനെ ഒരാൾ പണം ഏൽപ്പിച്ചു, അധികാരം ഏൽപ്പിച്ചു, കൈകാര്യത്തിന് ഏൽപ്പിച്ചു, എന്നിട്ട് അവൻ അവന്റെ പണിക്ക് പോവുകയാണെങ്കിൽ അവൻ പ്രാർത്ഥിച്ചാൽ പോലും ഉത്തരം ലഭിക്കുകയില്ല. ലഅനല്ലാഹു ഖൗമൻ വല്ലൗ ഉമൂറഹും അലാ നിസാഇ. പെണ്ണുങ്ങളെ കാര്യമേൽപ്പിച്ചവരെ അല്ലാഹു ശപിച്ചുവെന്ന് മുഹമ്മദ് നബി. എന്ന പെണ്ണ് ആവശ്യമല്ലേ? ആവശ്യമില്ലാതെ ഞാൻ ഏറ്റവും കൂടുതൽ ആരോട് കടമപ്പെട്ടു എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞത് ഉമ്മക്ക്, നിന്റെ ഉമ്മാനോട്. സുമ്മമൻ ഉമ്മക്ക്, സുമ്മമൻ ഉമ്മക്ക്, സുമ്മമൻ അബാക്ക്. നാലാമത്തെ വട്ടല്ലേ പറഞ്ഞത് ഉമ്മ വേണ്ടേ, പെണ്ണ് വേണ്ടേ? വേണം. പെണ്ണ് വേണം. പെണ്ണെന്ന് പറഞ്ഞാൽ വലിയ മഹത്വം തന്നെയാണ്. പെണ്ണിനെ ആദരിക്കേണ്ടതാണ്. പെണ്ണിനെ ആദരിക്കണമെന്നാണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം. സമൂഹത്തിൽ ഫാഹിഷത്തുണ്ടാവരുത്. പെണ്ണിനെ സംരക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പെണ്ണി ഭൂമിയിലെ ഏറ്റവും വലിയ വെളിച്ചമാവുന്നു. പെണ്ണി ഭൂമിയിലെ ഏറ്റവും വലിയ അലങ്കാരമാണ്. സ്വർഗത്തിൽ പോലും അലങ്കാരം പെണ്ണാണല്ലോ. ഇന്നലിൽ മുത്തഖീന മഫാസ ഹദായിഖ വഅനാബ വകവാഇബ അസ്റാബ. തരുണീരത്നങ്ങൾ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്? സ്വർഗത്തിന്റെയും അലങ്കാരം സ്ത്രീയാണ്, ഭൂമിയുടെയും അലങ്കാരം സ്ത്രീയാണ്. പക്ഷെ അതിന്റെ പരിധിയിൽ നിലകൊള്ളണം. എല്ലാവരും ചിന്തിക്കണം. അവനവന്റെ ഭൗതികമായ താല്പര്യം കൊണ്ട് ഇലാഹിലേക്കുള്ള പ്രത്യേകമായ കടമ മറന്നു പോകരുത്. പണുണ്ടാക്കുന്ന തിരക്കിൽ ഭാര്യയും മക്കളും എങ്ങനെ ആയിപ്പോയെന്ന് മറന്നു പോകരുത്. എന്തുകൊണ്ട്? യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലികും നാറാ. നിങ്ങളെയും ഭാര്യ സന്താനങ്ങളെയും നരകത്തിൽ വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണമെന്ന്, കാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അത് ഗൗരവമായി ചിന്തിക്കണം. എന്റെ പെണ്ണുങ്ങൾ നരകത്തിൽ പോകുന്ന കാര്യം ഞാൻ നോക്കേണ്ടതാണ്. അതിന്റെ കടമയാണ്. ഇല്ലെങ്കിൽ
ഹബീബായ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ഒരാള് അള്ളാന്റെ കോടതിയിലെത്തിയാൽ യസ്അലു അൻ റഈയതി, നിന്നെ കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ച ആളെ നീ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നായിരിക്കും ചോദിക്കുക. അതായത് നിന്റെ ഭാര്യ, നിന്റെ മക്കൾ. ശ്രദ്ധിക്കുക, നമ്മൾ ഗൾഫിൽ പൈസ ഉണ്ടാക്കുന്നതിന്റെ തിരക്കില് പെണ്ണുങ്ങളും കുട്ടികളും മോശമായി പോയാൽ അവർ മോശാട്ടെ എന്നാണ്ട് കാര്യമില്ല. അവർ മോശമായാൽ അവരുടെ ടിക്കറ്റ് നമുക്കും ടിക്കറ്റാണ്. അവർ മോശമായാൽ നമുക്ക് നരകമാണ്. നമ്മൾ ചിന്തിക്കണം. എന്തിനാ വേറുള്ളവരുടെ പേരിൽ നരകം വാങ്ങുന്നത്? കാക്കണം. അങ്ങനെയാണ്. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. വേറെ മോശമാണെങ്കിൽ ഏതൊരാളും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ത്വലാഖ് അല്ലാഹുവിന് വളരെ ദേഷ്യമുള്ള കാര്യമാണ്. പറഞ്ഞ അതേ ഹബീബായ നബി തന്നെ ഒരാൾ നബിയോട് വന്ന് പറഞ്ഞു, നബിയെ ലാ തഖ്തഉ യദ ലാമിസിൻ, ഇന്റെ ഭാര്യ പിടിക്കുന്ന കൈയൊന്നും ഒഴിവാക്കൂല. അപ്പോൾ പറഞ്ഞു, ത്വല്ലിഖ് എന്ന കൈ വലിച്ചു കണ്ട വേ ഒഴിവാക്കാൻ. ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരാള് ഹബീബിന്റെ അരികിൽ വന്നു, എന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഇന്നംറാതി ലാ തഖ്തഉ യദ ലാമിസിൻ, തൊടുന്ന കൈയൊന്നും അവൾ ഒഴിവാക്കൂല, ഏത് കൈയിനെയും പിടിക്കും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ ഇതിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കാം. ഉടനെ ഹബീബ് പറഞ്ഞു, വേന്തലാക്കല്ലേ, അല്ലെങ്കിൽ ഉത്തരവാദിത്തം നീ കൂടി ഏൽക്കേണ്ടി വരുന്നു മുഹമ്മദ് നബി. അതുകൊണ്ട് മുമ്പ് നിങ്ങളെ ശ്രദ്ധിക്കുക, അള്ളാഹുവിലേക്ക് മടങ്ങുക, കുടുംബം ശ്രദ്ധിക്കുക. പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാൽ ദജ്ജാൽ വരും. ദജ്ജാലിന്റെ മുമ്പുള്ള ദജ്ജാലൂന കദ്ദാബൂന, ജോർജ് ബുഷിനെ പോലെയുള്ള ദജ്ജാലികൾ നമ്മളെ ഭരിക്കും. എന്താ കാരണം? ഈ പെണ്ണുങ്ങൾ കാരണം നമ്മുടെ സമുദായത്തിന്റെ ബറക്കത്ത് തന്നെ ഇന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. പെണ്ണിനെ മൊത്തം മോശാക്കാൻ വേണ്ടി പറയല്ല, പെണ്ണ് ദീനിന്റെ വെളിച്ചാണെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷെ പെണ്ണായി ജീവിക്കേണ്ടതാവും. ഈ ഉപദേശം നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് റുപ്യ മുടക്കിയ ഈ പരിപാടി മുതലായി എന്ന് ഞാൻ മനസ്സിലാക്കും. പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണം, ഒരു തെണ്ടരുത്, പെണ്ണുങ്ങൾ പുറത്തിറങ്ങരുത്. പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള വസ്ത്രം ആണുങ്ങൾ എടുത്തു കൊടുക്കണം, അത് ശ്രദ്ധിക്കണം. ഷോപ്പിംഗ് സെന്ററുകൾ നടക്കരുത്. നോമ്പ് നോച്ചിട്ട് നോമ്പിനെയും 1000 നോമ്പും നോറ്റാലും ബാത്തിലാക്കുന്ന പണിയെടുക്കരുത്. പെണ്ണ് ഷോപ്പിംഗ് സെന്ററുകളിൽ തെണ്ടരുത്, റമദാൻ മാസത്തിൽ തെണ്ടരുത്. വീടിനെ ശ്രദ്ധിക്കണം, പെണ്ണ് വീട് ഭരിക്കണം. വീട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്ന കാര്യം അവളോട് ചോദിക്കപ്പെടും. കുട്ടികളെ നേരത്തെ നിസ്കരിപ്പിക്കണം, കുട്ടികളെ കൊണ്ട് ദിക്ർ ചെല്ലിപ്പിക്കണം, ഖുർആൻ ഓതിപ്പിക്കണം. പിന്നാരായാൽ പെൺകുട്ടികളെ കാര്യം ശ്രദ്ധിക്കണം. ആൺകുട്ടികളെ പള്ളിയിലേക്ക് പറഞ്ഞേക്കണം, സ്കൂളിലെയും മദ്രസയിലെയും പുസ്തകം നോക്കിപ്പിക്കണം. പെണ്ണ് ദീനിന്റെ വെളിച്ചമാവും. ഈ ലോകത്ത് ആസ്വാദന ചരക്കുകളാണ് ഈ കാണുന്നതെല്ലാം. എന്നാൽ ഏറ്റവും വലിയ ചരക്ക് സ്വാലിഹായ പെണ്ണാണെന്ന് മുഹമ്മദ് നബി. സ്വാലിഹായ പെണ്ണിന് ഒരാൾക്ക് കിട്ടിയാൽ അല്ലേ? ആണിനെ കൊണ്ട് പെണ്ണ് ജയിക്കുന്നല്ല പറഞ്ഞത്, പെണ്ണിനെ കൊണ്ട് ആണ് ജയിക്കുമെന്നാണ്. ദീനുള്ള പെണ്ണിനെ കിട്ടിയാൽ ആണുങ്ങളെ നിങ്ങൾക്ക് ജയിക്കാമെന്നാണ് മുഹമ്മദ് നബി. അതുകൊണ്ട് ദീനുള്ള പെണ്ണിനെ തിരയുക, ആ ദീനിനെ സൂക്ഷിക്കുക. മലബാറിലെ രംഗപ്രവേശത്തെ അവസാനിപ്പിക്കുക. ഇത് മലബാറിന്റെ അവസാനത്തിലേക്കാവുന്നു. എവിടെയൊക്കെ രാഷ്ട്രീയ ക്ഷയമോ, എവിടെയൊക്കെ മതപരമായ ക്ഷയമോ, എവിടെ സാമുദായിക ക്ഷയമോ മുസ്ലിമീങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പണത്തിന്റെ പേരിലല്ല, ഐശിന്റെ ബറക്കത്ത് അല്ലാഹു എടുത്തു കളഞ്ഞു. പെണ്ണുങ്ങളെ രംഗപ്രവേശം കാരണം അത് നിർമ്മിക്കണം. മഹല്ല് കമ്മിറ്റികൾ ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തണം. പള്ളി കമ്മിറ്റികൾ ഉത്തരവാദിത്വം നിർവഹിക്കണം. അത്തരം ഭർത്താക്കന്മാരെ വിളിച്ച് പ്രത്യേകം ഉപദേശിക്കണം. അത്തരം ആളുകൾ ഗൾഫിൽ നിന്ന് വന്നാൽ അവരോട് പറയണം, എന്റെ പെണ്ണുങ്ങളും കുട്ടികളും കാര്യം വളരെ മോശം എന്നാണ് മനസ്സിലാവുന്നത്. ഒന്നുമില്ല മോശം. അവൾ ആവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൽ തന്നെ. അവളെ വാപ്പാനെ കാണാനോ അത്യാവശ്യം എന്നും വാപ്പാനെ കാണലും മോശമാണ്. അവളെ ഭർത്താവിന്റെ വീട്ടിലാണ്. അങ്ങനെയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതവരെ ഉപദേശിക്കണം. അവർക്ക് വേണ്ടി ദീനിൽ ദഅവ ചെയ്യണം. അന്യര് വീട്ടിൽ കയറി വരുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു പെണ്ണ് ഒരു അന്യനായ ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഒരു അന്യനായ, എല്ലാ നിലയിലും അന്യനായ ഒരാളൊപ്പം ഒളിച്ചോടി പോയി. ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്ത് പ്രസംഗത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചു.
നിങ്ങൾ ഇനിയുള്ള പെണ്ണുങ്ങളെങ്കിലും നിലക്ക് നിൽക്കണം, നിങ്ങളൊന്ന് പ്രസംഗിക്കുന്നു. അപ്പൊ എന്താ പ്രസംഗിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ഇത് പ്രസംഗിച്ചു തീരുന്ന വിഷയമല്ല. എന്താ തൊട്ടടുത്ത ഏതോ ഒരു അന്യ സംസ്കാരനക്കായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വീട്ടിലേക്ക് സാധനം കൊണ്ടുപോയി കൊടുക്കുന്നത്. സാധനം കൊണ്ടുപോയി കൊടുത്ത് കുട്ടികളെ സ്കൂളിലാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള നേരം ഇവിടെ ടി വിയും കണ്ടിരിക്കും. ഈ ചെറുപ്പക്കാരൻ ചെക്കൻ, അന്യ സംസ്കാരത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ചെക്കൻ. അങ്ങനെ കുറച്ചാലും ടി വി കണ്ടു. പിന്നെ അവസാനം ഉമ്മാന്റെ വീട്ടിൽ പോയാൽ പിന്നെ അവൾ മടങ്ങി വന്നില്ല. കുട്ടികളെ അവള് ആരോപ്പോ പറഞ്ഞയച്ചു. പിന്നെ അവര് പോയി. ഇവിടെ തന്നെ ഉണ്ടായല്ലോ പ്രശ്നം. ഇവിടെ തന്നെ അല്ലേ കൊയിലാണ്ടിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തല്ലോ കഴിഞ്ഞ വല്ലൊരു പെണ്ണിനെ. ഇല്ലേ ഇല്ല 2 കുട്ടികളുടെ ഉമ്മയെ. എന്താ പറയാ, പയ്യോളി കൊയിലാണ്ടിയും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. എന്താ പറയാ, കോഴിക്കോട് ജില്ല അല്ലേ ആളെ. ഈ കറാമത്തെ എനിക്ക് കേൾക്കണ്ടുള്ളൂ, ഈ കറാമത്തെ കേൾക്കണ്ടുള്ളൂ. ഇത് കോഴിക്കോട് ജില്ലയാണോ അല്ലേ എന്നുള്ള കറാമത്ത് കേട്ടാൽ മതി. അല്ലേ ആണല്ലോ. എന്താണ് ആ പെണ്ണിന്റെ പേര്? ഇതോ ഒരു പേര് എന്താ പറയാ, ഹാജറ. നോക്കി നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, പേരിന്റെ ഒരു ചോക്ക്. ആരാ പേര്? ഈ നിലക്ക് മടങ്ങിപ്പോകാൻ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടാണെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് ഞാൻ ക്ഷമിക്കാമെന്ന് പറഞ്ഞ മഹദിയായ ഹാജറ. അതല്ലേ ഹാജറ? നമുക്ക് ഇൻഷാ അല്ലാഹ് സംസം വെള്ളത്തിനെ പറ്റി പറയാനുണ്ട് ഒരു ദിവസം, അന്ന് പറയാം. ഹാജറാന്റെ സമീയത്തായ ഹാജറ, ആ പേരൊത്ത ഹാജറ. നിങ്ങൾ ആലോചിക്കുക, എന്താ സാഹചര്യം ശ്രദ്ധിക്കുക. 2 പെണ്ണുങ്ങളെ ആ പെണ്ണ് നടുറോട്ടിലേക്ക് എറിഞ്ഞു. കൊന്നോ? എങ്ങനെ കൊന്നു കളഞ്ഞു. പ്രസവിച്ച മാതൃത്വം എന്നൊക്കെ പറയാം. പിതൃത്വത്തിന് പിന്നെ ബോധമില്ല എന്ന് പറയാം. ഇന്ന് പിതൃത്വത്തിന്റെ ബോധം ഇന്ന് മാതൃത്വത്തിനില്ലാതെയായി. പിതൃത്വത്തിന്റെ ബോധം ഇന്ന് മാതൃത്വത്തിനില്ല. അതിനൊക്കെ കാരണം വീട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നു വെച്ച വിഡ്ഢിപ്പെട്ടിയാണ്. നമ്മളെ പെണ്ണുങ്ങളെയൊക്കെ സംസ്കാരം നിയന്ത്രിക്കുന്നത് ഇന്ന് സിനിമയാണ്, സീരിയലാണ്. അതിൽ കാണുന്ന ഒരുത്തിൻ്റെ ഒപ്പം പാഞ്ഞ് നടക്കാണ്, ഒരുത്തൻ്റെ ഒപ്പം പാഞ്ഞ് മോട്ടോർ സൈക്കിളിൽ അവനിരിക്കുമ്പോൾ ഇരുന്ന് പോവാ. അപ്പൊ അതിനാ അങ്ങനെയാ. ഒരു മനുഷ്യൻ എന്ത് കണ്ടു പരിചയപ്പെടുന്നോ ആ സംസ്കാരം അവന്റെ രീതിയാകും. വീട്ടിൽ സിനിമക്ക് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്ത ബാപ്പമാർ വിരലി കടിക്കുന്ന ദിവസം വരാൻ പോകുന്നുണ്ട്. يقول يا ليتني اتخذت مع الرسول سبيلا. വീട്ടിൽ സിനിമക്ക് സൗകര്യം ചെയ്തു കൊടുത്ത ബാപ്പമാർ നശിച്ചു. നിങ്ങൾ നിശ്ചയിച്ചിട്ട് ഇതുകൊണ്ട് വലിയ രക്ഷ ഉണ്ടാവുമെന്ന് വിചാരിക്കണ്ട, രക്ഷപ്പെടുമെന്ന് വിചാരിക്കണ്ട. നശിച്ചു. കാര്യം അപകടമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് നമ്മളെ പെണ്ണുങ്ങളെ പുറത്താക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ സിനിമകളും സീരിയലുകളും സംവിധാനം ചെയ്യുന്നത്. മിക്കവാറും സീരിയലുകളുടെ ഒക്കെ മിത്തുകൾ മിശ്രവിവാഹമാണ്. മിശ്രവിവാഹങ്ങളുടെ മിത്തുകളാകട്ടെ മുസ്ലിം പെണ്ണുങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഒളിച്ചോടി പോകലാണ്. മണിരത്നത്തിന്റെ ബോംബെ പുറത്തിറങ്ങിയപ്പോൾ വലിയ സ്വീകാര്യതയുണ്ടായി ഇന്ത്യ രാജ്യത്ത്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, മണിരത്നത്തിന്റെ ബോംബെ പുറത്തിറങ്ങിയപ്പോൾ വലിയ സ്വീകാര്യതയുണ്ടായി രാജ്യത്ത്. കാരണം ഒരു മുസ്ലിം പെണ്ണ് മറ്റൊരാളുടെ മുന്നിൽ ഒളിച്ചോടി പോകുന്ന മിത്താണ് അയാൾ ആവിഷ്കരിച്ചത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നേരെ തിരിച്ചായിരുന്നുവെങ്കിൽ ഡൽഹി മുതൽ കന്യാകുമാരി വരെ കലാപം ഉണ്ടാകുമായിരുന്നു എന്ന്. നേരെ തിരിച്ചായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഒരു മുസ്ലിം പെണ്ണ് മറ്റൊരാളെ കൂടെ ഒളിച്ചോടി പോകുന്ന മിത്തിനെ ആവിഷ്കരിച്ചപ്പോ മണിരത്നം ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഡയറക്ടറായി മാറി. നേരെ മറിച്ച് തിരിച്ചായിരുന്നുവെങ്കിലോ ഒരു അന്യ സംസ്കാരത്തിൽപ്പെട്ട ഒരു പെണ്ണ് ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ കൂടെ പോയതായിരുന്നു. അങ്ങനെ പോകണ്ട. സപ്പോസ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തെ കലാപകലുഷിതമാകുമായിരുന്നു. അപ്പൊ ഇവിടുത്തെ മിശ്രവിവാഹങ്ങളുടെ ലക്ഷ്യം വരെ മുസ്ലിം പെണ്ണുങ്ങളെ നശിപ്പിക്കലാണോ എന്ന് കരുതിക്കൂട്ടി ചില സാംസ്കാരിക ഫാസിസ്റ്റുകൾ എന്നെ കരുതിക്കൂട്ടി പറയാണ്. സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന ഫാസിസ്റ്റുകൾ കരുതിക്കൂട്ടി തന്നെ അതിന്റെ പിന്നിൽ തയ്യാറെടുക്കുന്നു എന്ന് ചിന്തിക്കേണ്ടതാവും. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവനവന്റെ വീട്ടുവളപ്പിൽ വേലി കെട്ടുക, അവനവന്റെ വീട് ശുദ്ധീകരിക്കുക. നിന്റെ ഭാര്യനെ കുറിച്ച് എന്നോട് ചോദ്യം ചെയ്യപ്പെടൂ എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാവുക. അള്ളാഹു മക്ക കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മെ മെഹറമില്ലാതെ ഹജ്ജിന് പോകാൻ പറ്റുമോ? പറ്റില്ല. അല്ലെങ്കിൽ ബുസൂക്കുള്ളതായ പെണ്ണുങ്ങൾ കൂടെ ഉണ്ടാകണം, ഇല്ലെങ്കിൽ പോകാൻ പാടില്ലാത്തതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഒരു 10 വട്ടം സല്ലല്ലാഹു അലാ മുഹമ്മദ്.